സ്വാശ്രയ മാനേജ്മെന്റുകൾ സമർപ്പിച്ച ഹർജിയിൽ വാദം കേൾക്കുന്നതിൽ നിന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഒഴിവായി. ജസ്റ്റിസ് പി.ആർ. രാമചന്ദ്രൻ മേനോൻ, ജസ്റ്റിസ് അനിൽ കെ. നരേന്ദ്രൻ എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് കേസ് കേൾക്കുന്നതിൽ നിന്ന് ഒഴിവായത്. മറ്റൊരു ബെഞ്ച് നാളെ കേസ് പരിഗണിക്കും. ജസ്റ്റിസ് കെ. സുരേന്ദ്രമോഹൻ, ജസ്റ്റിസ് മേരി ജോസഫ് എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് ഇനി കേസ് പരിഗണിക്കുക. ഇതിനിടെ സർക്കാർ ഉത്തരവിനെതിരെ ഹർജിയുമായി കൂടുതൽ മാനേജ്മെന്റുകൾ ഹൈക്കോടതിയെ സമീപിച്ചു. MES, കരുണ എന്നീ മാനേജ്മെന്റുകളാണ് പുതുതായി ഹർജി സമർപ്പിച്ചത്. സർക്കാരിനെ വെല്ലുവിളിച്ചുകൊണ്ട് സ്വന്തം നിലയിൽ പ്രവേശന നടപടികളുമായി മെഡിക്കൽ മാനേജ്മെന്റുകൾ മുന്നോട്ട് തന്നെ. ഓഗസ്റ്റ് 31-നകം അപേക്ഷ സമർപ്പിക്കണമെന്നാവശ്യപ്പെട്ട് 3 കോളേജുകളാണ് പത്രപരസ്യം നൽകിയത്. ഇതോടെ സ്വാശ്രയ മേഖലയിൽ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയാണ്. ഈ വിഷയമാണ് ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് പി. ബിജു, ഡോക്ടർ ഫസൽ ഗഫൂർ, ജോർജ് പോൾ, ഒപ്പം TP അഷ്റഫ് അലി എന്നിവർ. ശ്രീ ജോർജ് പോൾ, ഇന്നിപ്പോൾ നിങ്ങൾ ഒപ്പം മറ്റ് മാനേജ്മെൻറ്റുകളും ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. നാളെ പുതിയ ഡിവിഷൻ ബെഞ്ച് നിങ്ങളുടെ ഹർജി പരിഗണിക്കും. അതിന് മുൻപ് തന്നെ ഒരു സുപ്രീം കോടതി ഉത്തരവിൻ്റെ പശ്ചാത്തലത്തിൽ സർക്കാർ ചില നിലപാടുകളുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ സർക്കാർ പറയുന്നത് ഹൈക്കോടതിയുടെ വിധി വരട്ടെ, എന്നിട്ട് കാര്യങ്ങൾ മുന്നോട്ട് തീരുമാനിക്കാം എന്നാണ്. എന്നാൽ നിങ്ങൾ ഹൈക്കോടതിയിൽ ഹർജി നൽകുകയും അതിനൊപ്പം തന്നെ ഇന്ന് പത്രപരസ്യം നൽകി പുതിയ നിലപാടുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. കോടതി വിധിയെ കാത്തു നിൽക്കാതെ നിങ്ങളുടെ പോക്ക് എങ്ങോട്ടേക്കാണ്? ഇൻഫർമേഷൻ ശരിയല്ല. ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത് ക്രിസ്ത്യൻ മാനേജ്മെന്റ് ഫെഡറേഷനെയാണ്. ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല. ഞങ്ങളും ഗവൺമെന്റുമായിട്ടൊരു എഗ്രിമെന്റ് ഉണ്ട്. എങ്ങനെയാണ് അഡ്മിഷൻ നടത്തേണ്ടത്? അത് പരിപൂർണമായിട്ടും മെറിറ്റ് ബേസ്ഡ് ആണ്. ഗവൺമെന്റിന്റെ അലോട്ട്മെന്റ്, ഗവൺമെന്റിന്റെ CET എൻട്രൻസ് ടെസ്റ്റിൽ നിന്നും ബാക്കിയുള്ള വിദ്യാർത്ഥികളെ ഞങ്ങള് നീറ്റിന്റെ ബേസിസിലുമാണ് അഡ്മിഷൻ. അത് രണ്ടും മെറിറ്റ് ബേസ്ഡ് അഡ്മിഷൻ ആണ്. ആ എഗ്രിമെന്റ് അനുസരിച്ച്, ഗവൺമെന്റുമായിട്ടുള്ള എഗ്രിമെന്റ് അനുസരിച്ച് അത് ജെയിംസ് കമ്മിറ്റിക്ക് ഞങ്ങളുടെ പ്രോസ്പെക്ടസ് കൊടുത്ത് ഓൺലൈൻ ആയിട്ടുള്ള അഡ്മിഷൻ പ്രൊസീജിയർ തുടങ്ങിക്കഴിഞ്ഞു. ജോർജ് പോൾ, അവിടെയാണ് ഒരു സംശയമുള്ളത്. അതായത് നേരത്തെ നിങ്ങൾക്ക് സർക്കാരുമായിട്ടുള്ള ഒരു കരാർ ഇപ്പോൾ ജോർജ് പോൾ പറഞ്ഞത് തന്നെയാണ്. പക്ഷേ പുതിയ സർക്കാർ വന്നു. അതിനിടയിൽ ഒരു കത്ത് കേന്ദ്ര മാനവശേഷി വികസന വകുപ്പിൽ നിന്ന് വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നീറ്റിൽ നിന്നാണ് മുഴുവൻ പ്രവേശനവും നടത്തേണ്ടത് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയതാണ് ഇപ്പോൾ പരാതിക്കിടയാക്കിയത്. അപ്പോൾ ആ കാര്യത്തിൽ നിങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കെ പിന്നെ എന്തുകൊണ്ടാണ് നേരത്തെ കരാറിൽ നിന്ന് പോലും മാറിക്കൊണ്ട് മുഴുവൻ സീറ്റുകളിലേക്കും പ്രവേശനം നടത്തുന്ന രീതിയിലേക്കുള്ള പത്രപരസ്യവുമായി മുന്നോട്ട് പോകുന്നത് ചില മാനേജ്മെന്റെങ്കിലും? അല്ല, ചില മാനേജ്മെന്റിനെ ഞങ്ങളുമായിട്ട് ഇക്വേറ്റ് ചെയ്യേണ്ട. ഈ മറ്റ് മാനേജ്മെന്റുകളും ഞങ്ങളും തമ്മിൽ ഒരു ബന്ധവുമില്ല. അത് ആദ്യമേ മനസ്സിലാക്കൂ. ഇത് രണ്ടും രണ്ടായിട്ട് കാണണം. ഞങ്ങളും ഗവൺമെന്റുമായിട്ട് എഗ്രിമെന്റ് ഉണ്ട്. മറ്റ് മാനേജ്മെന്റുകൾക്ക് ഗവൺമെന്റുമായിട്ട് എഗ്രിമെന്റ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു ഗവൺമെന്റുമായിട്ട് ഒരു എഗ്രിമെന്റ് ഉണ്ടായാല് അതിൽ ഒരു മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രൊസീജിയർ ഉണ്ട് ഗവൺമെന്റിൽ. ആ പ്രൊസീജിയർ ഒന്നും കൂടാതെ ഏകപക്ഷീയമായിട്ട് ഒരു എഗ്രിമെന്റിൽ നിന്ന് പിന്മാറുന്നു. ഇത് നിയമവിരുദ്ധമാണ്. അത് നമ്പർ 1. 2, ഇത് ഒരു പ്രൈവറ്റ് മാനേജ്മെന്റ് ആണ്. ഈ പ്രൈവറ്റ് മാനേജ്മെന്റിലെ അഡ്മിഷൻസ് നടത്തേണ്ട അവകാശം പ്രൈവറ്റ് മാനേജ്മെന്റിനാണ്. ശ്രീ ജോർജ് പോൾ, നിങ്ങളിപ്പോ കോടതിയെ സമീപിച്ചിട്ടില്ലേ? തീർച്ചയായിട്ടും. അത് നേരത്തെ സർക്കാർ നിങ്ങളുമായിട്ടുണ്ടാക്കിയ കരാറ് ലംഘിച്ചു, അത് പരിശോധിക്കണം, അത് പ്രൊസീജിയറൽ ആയിട്ടാണോ എന്ന് പരിശോധിക്കണം എന്നാണോ നിങ്ങൾ കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്? ഇപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഈ എഗ്രിമെന്റിൽ ഗവൺമെന്റ് ഏകപക്ഷീയമായി മാറിയത് സ്റ്റേ ചെയ്യണം. ഇത് എന്ത് കാരണം കൊണ്ട് മാറി? അതാണ് ഇവിടുത്തെ പ്രശ്നം. അതുകൊണ്ട് ഗവൺമെന്റ് ഞങ്ങളുമായിട്ടുള്ള എഗ്രിമെന്റ് ജെയിംസ് കമ്മിറ്റി അപ്രൂവ് ചെയ്ത് ഒരു അഡ്മിഷൻ പ്രൊസീജിയർ തുടങ്ങിയതിന് ശേഷം എന്ത് കാരണം കൊണ്ട് മാറി? സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് ഒരു എഴുത്ത് വന്നു, ഒരു സജഷൻ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് നീറ്റിന്റെ കാര്യം തീരുമാനിക്കുന്ന സമയത്ത് സുപ്രീം കോടതിക്ക് തീരുമാനിക്കാമായിരുന്നല്ലോ. എല്ലാം ഗവൺമെന്റ് അഡ്മിഷൻ നടത്തിയാൽ മതി, പ്രൈവറ്റ് മാനേജ്മെന്റ്. എന്തുകൊണ്ട് സുപ്രീം കോടതി അത് ചെയ്തില്ല? കാരണം സുപ്രീം കോടതിക്ക് അറിയാം അത് നിയമവിരുദ്ധമാണെന്ന്.
സുപ്രീം കോടതിയുടെ നേരിട്ട് ഇതിനു മുമ്പുള്ള വിധിയിൽ നിന്ന് വളരെ ക്ലിയർ ആണ്. പ്രൈവറ്റ് മാനേജ്മെന്റിന്റെ അഡ്മിഷനും ഫീസും എല്ലാം നടത്തുന്നത് പ്രൈവറ്റ് മാനേജ്മെന്റ് ആണ്. പക്ഷെ അവരെന്തെങ്കിലും വിധത്തിലുള്ള മാനിപ്പുലേഷൻസ് ആ അഡ്മിഷൻ പ്രൊസീജിയറിൽ ട്രാൻസ്പെറന്റ് അല്ലാതെ നടത്തിയിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ടേക്ക് ഓവർ ചെയ്യാം. ശ്രീ ജോർജ് പോൾ, താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ എല്ലാ സ്വാശ്രയ മാനേജ്മെന്റുകളും ഒരേപോലെയുള്ള രീതിയിലല്ല പ്രവേശനം നടത്തുന്നത്. കോടതിയിലും അവരുടെ വാദങ്ങൾ പലതാണ് എന്ന് വേണം താങ്കൾ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ നിങ്ങളുടെ മാനേജ്മെന്റ് ഒഴികെയുള്ള മാനേജ്മെന്റുകളുടെ പ്രവേശനത്തിലെ പിഴവുകൾ ആണോ സർക്കാരിനെ കൊണ്ട് ഈ രീതിയിലുള്ള ഒരു നിലപാടിലേക്ക് പോകുന്നതിന് ഇടയാക്കിയിട്ടുണ്ടാകുക? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ അഡ്മിഷൻ പ്രൊസീജിയർ ഹൈക്കോടതിയുടെ ഒരു ജഡ്ജ്മെന്റില് ഞങ്ങളുടെ പ്രൊസീജിയർ ഗവൺമെന്റിന്റെ പ്രൊസീജിയറിലും ഒരു രീതി ബെറ്റർ ആണെന്ന് പ്രസ്താവിച്ചുകൊണ്ടുള്ള ഒരു ജഡ്ജ്മെന്റ് തന്നെയുണ്ട്. KLTയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അത്രമാത്രം ട്രാൻസ്പെറന്റ് ആയിട്ട് നടത്തുന്ന ഒരു അഡ്മിഷൻ പ്രൊസീജിയർ മാറ്റേണ്ടതായ ആവശ്യകത എന്താണ്? മറ്റു മാനേജ്മെന്റുകളും ഇതുമായിട്ട് ക്ലബ് ചെയ്തിട്ട് കാര്യമില്ല. ഞങ്ങളുടെ കാര്യമാണ് ഞങ്ങൾ പറയുന്നത്. ശരി, ഞാൻ തിരിച്ചു വരാം. ശ്രീ ജോർജ് പോൾ, ഡോക്ടർ ഫസൽ ഗഫൂർ, ഇപ്പോ ശ്രീ ജോർജ് പോളിന്റെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് ഫെഡറേഷന്റെ നിലപാട് ഇതാണ്: സർക്കാർ ഇപ്പോൾ എല്ലാ പ്രവേശനവും നീറ്റിൽ നിന്ന് എടുക്കാൻ വേണ്ടി തീരുമാനിച്ച് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ പക്ഷെ ജോർജ് പോളിന്റെ ആവശ്യം മറ്റൊന്നാണ്, നിങ്ങൾ കോടതിയെ സമീപിക്കുന്നത് മറ്റൊരു രീതിയിലായിട്ടാണ് ശ്രീ ജോർജ് പോളിനെ പോലുള്ളവർ വിശദീകരിക്കുന്നതും. എന്താണ് പെട്ടെന്ന് ഈ സ്വാശ്രയ മാനേജ്മെന്റുകൾ പല തട്ടിലേക്ക് ഇങ്ങനെ മാറിയിരിക്കുന്നത്? അത് വളരെ വ്യക്തമാണ്. സ്വാശ്രയ മാനേജ്മെൻറ്റുകളെ രണ്ട് തട്ടിലാക്കിയത് ഉമ്മൻചാണ്ടിയാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. കേരളത്തിലെ സ്വാശ്രയ മാനേജ്മെൻറ്റുകൾ കുറേ കാലമായിട്ട് അതിൽ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൽ മാറി നിന്നിരുന്നു. ബാക്കിയുള്ളവരെല്ലാവരും 50-50 എന്നുള്ള ഫോർമുല അംഗീകരിച്ചു. അത് AK ആന്റണിയുടെ കാലത്ത് അംഗീകരിച്ചു, പിന്നീട് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ആദ്യത്തെ ഇതിൽ അംഗീകരിച്ചു, പിന്നെ VSന്റെ കാലത്ത് അംഗീകരിച്ചു. മാത്രമല്ല, കേരളം കണ്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് അഡ്മിഷൻ ഫോർമുല എന്ന് പറഞ്ഞത് ഉണ്ടാക്കിയത് MA ബേബിയുടെ കാലത്താണ്. 50% സീറ്റ് ഗവൺമെൻറ്റിന്, അത് മെറിറ്റ് പ്രകാരം അതിൽ 15% സീറ്റ് ആ സമുദായത്തിൻ്റെത്, ബാക്കി SC ST 5, 10 OBC, 20 ജനറൽ മെറിറ്റ്, 1,25,000 ഫീസ് പകുതിക്ക്, 25,000 രൂപ മാത്രം ഫീസ് പാവപ്പെട്ട BPL ഉള്ളവർക്ക്. ഇത്തരത്തിലുള്ള ഒരു നല്ലൊരു അഗ്രിമെൻ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കഴിഞ്ഞ കൊല്ലം ഉമ്മൻചാണ്ടി എന്താക്കി, ക്രൈസ്തവ മാനേജറുകളുടെ പ്രഷറിന് വഴങ്ങിക്കൊണ്ട് 50-50 എന്നുള്ള ഫോർമുല ഈക്വൽ ഫീസ് എന്നുള്ള, പിന്നെ ഇവിടെ ഗവൺമെൻറ് ആവശ്യമില്ല, ഒരേ ഫീസാണ് ഗവൺമെൻറ്റിനും മാനേജ്മെൻറ്റും എന്നുണ്ടെങ്കിൽ പിന്നെ ഏകീകൃത പ്രൊസീജിയർ ആവാലോ ഈ കാര്യത്തിൽ. അപ്പോൾ ആ നിലക്ക് വന്നപ്പോൾ മുസ്ലിം സംഘടനകളെല്ലാം മീറ്റിംഗ് കൂടി അവിടെ പറഞ്ഞു, കേരളത്തിൽ ഉമ്മൻചാണ്ടി രണ്ട് സമുദായങ്ങളെയും രണ്ടായിട്ട്, ഇതൊക്കെ റെക്കോർഡാണ്, ന്യൂനപക്ഷ കമ്മീഷന് മുന്നിൽ പോയിട്ട് മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി KPM മജീദ് അടക്കമുള്ളവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഇവിടെ രണ്ട് സമുദായങ്ങൾക്ക്, പ്രത്യേകിച്ച് രണ്ട് ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് രണ്ട് രീതി പറ്റില്ല, മാത്രമല്ല ഇവിടെ മൂന്നാമത്തെ ഭൂരിപക്ഷ സമുദായത്തിന് വേറൊരു രീതി, അങ്ങനെ 3-4 രീതിയാക്കിയിട്ട് കഴിഞ്ഞ കൊല്ലം ഇതിനെ ചിന്ന ഭിന്നമാക്കുകയാണ് ചെയ്തത്. അതിന്റെ അനന്തരഫലമാണ് ഇപ്പം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം, ഞങ്ങൾ കേസ് കൊടുക്കുന്നത് എന്താ, ക്രൈസ്തവ മാനേജ്മെന്റുകൾക്ക് ഈക്വൽ ഫീസും ഞങ്ങൾക്ക് ഡിഫറൻഷ്യൽ ഫീസും പറ്റൂല. എന്താ കാരണം? മുസ്ലിം കുട്ടികൾ 8 ലക്ഷം രൂപ കൊടുത്തിട്ട് മാനേജ്മെന്റ് സീറ്റിൽ പഠിക്കുമ്പോൾ ക്രൈസ്തവ കുട്ടികൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഗവൺമെന്റ് അയക്കുന്നത് പഠിക്കുന്നത് 25,000 രൂപക്കാണ്. അതേസമയം ഞങ്ങളുടെ കുട്ടികൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പഠിക്കാൻ ക്രൈസ്തവ മാനേജ്മെന്റിൽ പഠിക്കാൻ പോകുമ്പോൾ അവർ 4.5 ലക്ഷം വരാം. പക്ഷെ അതിനു മുൻപ് ഇപ്പോൾ നിങ്ങൾ കോടതിയിൽ കൊടുത്തിരിക്കുന്ന ഹർജി ഫീസിന്റെ കാര്യത്തിലാണോ അതോ പ്രവേശനത്തിന്റെ കാര്യത്തിൽ സർക്കാർ മുഴുവൻ സീറ്റുകളിലും പ്രവേശനം നടത്തുന്നു, അത് ഞങ്ങളുടെ അധികാരത്തിലുള്ള കൈകടത്തലാണ്, അത് റദ്ദാക്കണം എന്ന് പറഞ്ഞിട്ടാണോ? അല്ല, അവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിലൊരു സംഭവമുണ്ട്. ഞങ്ങൾ ഗവൺമെൻറ്റായിട്ട് സഹകരിക്കുന്ന, നമ്മൾ കരാറിൽ ഒപ്പിടുന്ന ആൾക്കാരാണ്. കരാർ ഒപ്പിടുന്നുണ്ടെങ്കിൽ അതിൽ ഒരു വേണമെന്ന് വെച്ചാൽ ഗവൺമെൻറ്റായിട്ട് കരാർ ഒപ്പിട്ടാൽ മാത്രമേ ഈ ഡിഫറൻഷ്യൽ ഫീസും അതേമാതിരി തന്നെ സീറ്റ് വിഭജനം നടക്കുകയുള്ളൂ. അതേസമയം ഗവൺമെൻറ് നേരിട്ടിട്ട് ഇടപെടുകയാണെങ്കിൽ മാനേജ്മെൻറ്റുകൾക്ക് അവരുടെ റൈറ്റ് ഉണ്ട് 50% സീറ്റിൽ, അത് വക വെച്ചു കൊടുത്തുകൊണ്ടാണല്ലോ 50-50 വരുന്നത്. നമ്മൾ 50-50 AK ആന്റണിയുടെ ആയാലും MA ബേബിയുടെ ആയാലും പിന്നീട് വന്ന ഉമ്മൻചാണ്ടിയുടെ ആയാലും ആ 50-50 ബേസിസ് നമ്മൾ മാറ്റാൻ പറ്റില്ല. 50% സീറ്റ് ഗവൺമെന്റ് കൗൺസിലിംഗ് നടത്തുന്നു. ഇതിപ്പോൾ എന്താ ഉണ്ടായിരിക്കുന്നത് വെച്ചാൽ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു ലെറ്റർ വരുന്നു കൗൺസിലിങ്ങിനെ പറ്റിയിട്ട്. അത് കേരളത്തിൽ മാത്രം തെറ്റായ രീതിയിൽ ഉദ്യോഗസ്ഥന്മാർ,
അത് പ്രത്യേകിച്ച് ജെയിംസ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ജെയിംസ് എന്താക്കിയെന്ന് വെച്ചാൽ ഈ കത്തെടുത്തിട്ട് ഗവൺമെന്റ് നമ്മുടെ ഹെൽത്ത് മിനിസ്റ്റർക്ക് അയക്കുന്നു. എന്നിട്ട് അതിൽ നോട്ട് ചെയ്യുന്നു എന്തെന്ന് ഇങ്ങനെയാണ് കൗൺസിലിംഗ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ കൗൺസിലിംഗ് അവിടെ പറഞ്ഞിട്ടില്ല. അവിടെ ഉപയോഗിച്ചിട്ടുള്ള വാക്ക് പ്രിഫറബിളി എന്ന് മാത്രമുള്ളൂ. ഇവിടെ ഓൾറെഡി ഒരു അഗ്രിമെന്റ് ഉള്ളപ്പോൾ ആ പ്രിഫറബിളി അവിടെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇത് മനോരമ പത്രത്തിൽ ലീക്ക് ചെയ്യുന്നു. മനോരമ പത്രത്തിന് ലീക്ക് ചെയ്തിട്ട് ഗവൺമെന്റിനെ ഒരു കുടുക്കത്തിലാക്കാൻ നോക്കുന്നു. അതായത് മനോരമയുടെ മെയിൻ ഉദ്ദേശം എന്താ? ഈ ഇടതുപക്ഷ സർക്കാരിനെ കരിവാരിത്തേക്കാൻ ഞാൻ തുറന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. എനിക്കിങ്ങനെ പേടിയൊന്നുമില്ല ആരെയും, മനസ്സിലല്ലേ? ഈ മനോരമയുടെ മെയിൻ ഉദ്ദേശം ഈ ഇടതുപക്ഷ സർക്കാരിന്റെ ഈ കരാറുകളെ കുളമാക്കുക എന്നുള്ളതാണ്. അപ്പൊ കുളമാക്കാനായിട്ട് ചില ഉദ്യോഗസ്ഥന്മാർ കൂടെ കൂട്ടുനിന്നുകൊണ്ട് ഇപ്പൊ ഇത് താറുമാറാക്കി എന്നുള്ള ഞാനൊരു അഭിപ്രായം കൂടെ പറയട്ടെ. ബിജു അവിടെ ഉണ്ട്. നാളെ ഗവൺമെന്റ് തോക്കുകയാണെങ്കിൽ ഗവൺമെന്റ് തോക്കുകയാണെങ്കിൽ അത് ഗവൺമെന്റ് വിജയമാണ്. മാനേജ്മെന്റുകൾ ജയിക്കുകയാണെങ്കിൽ ഗവൺമെന്റ് വിജയമാണ്. മാനേജ്മെന്റ് ജയിക്കുകയാണെങ്കിൽ ഗവൺമെന്റ് വിജയമാണ്. എന്താ കാരണം എന്നറിയോ? മാനേജ്മെന്റ് ജയിക്കുകയാണെങ്കിൽ അവർ തിരിച്ച് പഴയ കരാറിലോട്ട് വരാൻ തയ്യാറാണെന്ന് അസോസിയേഷൻ പറഞ്ഞിട്ടുണ്ട്. അവർ ഡിഫറൻഷ്യൽ ഫീസിന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏകദേശം ഇതേമായി തന്നെ. അല്ലാതെ ഒരു മാനേജ്മെന്റും പറഞ്ഞിട്ടില്ല മറ്റേ ഏകീകൃത ഫീസ് വേണമെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. അവിടെ ചർച്ചകൾ നടക്കണം മാത്രമേ ഗവൺമെന്റ്. ഒരു കാര്യം ഈ ചർച്ചയ്ക്കിടയിലും സമ്മതിച്ചു പോകണമല്ലോ. അതായത് ഈ കത്ത് കേന്ദ്ര മാനവശേഷി വികസന വകുപ്പിൽ നിന്ന് എത്തുന്നു. അത് അങ്ങ് പറഞ്ഞതുപോലെ ജെയിംസ് കമ്മിറ്റി സർക്കാരിലേക്ക് കൊടുത്തു. അത് ഏത് രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടു എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. പക്ഷേ ആ കത്ത് സർക്കാരിൻ്റെ മുന്നിലേക്ക് വരുമ്പോൾ ഈ വിദ്യാർത്ഥികളുടെ, പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ അവകാശത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു സർക്കാരാണെങ്കിൽ ചെയ്യേണ്ട കാര്യമല്ലേ ആ കത്തിനെ എങ്ങനെ പുരോഗമനപരമായി ഉപയോഗപ്പെടുത്തണം എന്നുള്ളത്? ആ നിലയ്ക്ക് പ്രവേശനം മുഴുവൻ സർക്കാരിന് നടത്താൻ പറ്റുന്ന ഒരു അവകാശം ലഭിക്കുന്നു എന്ന് തോന്നുന്ന ഒരു കത്ത് വരുമ്പോൾ അതിനനുസരിച്ച് നീങ്ങുക എന്നുള്ളത് ഇടതുപക്ഷ സർക്കാർ പ്രത്യേകിച്ച് ചെയ്യേണ്ട കാര്യമല്ലേ? അങ്ങനെ ചെയ്തില്ലെങ്കിലല്ലേ ഒരുപക്ഷെ പ്രതിപക്ഷം ഉൾപ്പെടെയുള്ളവർ അവരെ കുറ്റപ്പെടുത്തുക. ഇനിയിപ്പോൾ കോടതിയിൽ പരാജയപ്പെട്ടാൽ പോലും. തീർച്ചയായിട്ടും ഒരു ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ച് ഇങ്ങനെ ചെയ്യാനേ പറ്റൂ, ഇതല്ലേ? അതേസമയം ഇവിടെ ഒരു ഭയങ്കര സംഭവം എന്താ ഇപ്പൊ കേരളത്തിൽ നടക്കുന്നത്? ക്യാപിറ്റലിസ്റ്റുകളായ ഞങ്ങൾ ക്യാപിറ്റലിസ്റ്റ്, ഞാനൊരു ക്യാപിറ്റലിസ്റ്റ് ഒന്നുമില്ല. ഞാൻ വെറുതെ ഒരു സംഘടന നടത്തുന്നു, സാമുദായിക സംഘടന നടത്തുന്നു മാത്രമേ. പക്ഷേ എൻ്റെ കൂടെ ഉള്ളവർ, മനസ്സിലല്ലേ, ഈ മെഡിക്കൽ മാനേജ്മെന്റ് അസോസിയേഷനിൽ അധികം പണക്കാരായിട്ടുള്ളവർ നടത്തുന്ന കോളേജുകളാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒരു മെഡിക്കൽ കോളേജിൽ തുടങ്ങണം വെച്ചാൽ 100 കോടി 200 കോടി ചെലവാക്കുന്ന വിധം വലിയൊരു ക്യാപിറ്റലിസ്റ്റ് ആയിരിക്കണ്ടേ? അവരാണ് അസോസിയേഷനിൽ കൂടുതലുള്ളത്. ആ ക്യാപിറ്റലിസ്റ്റുകൾ തീർച്ചയായിട്ടും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടും. തീർച്ചയായിട്ടും ഒരു ഇടതുപക്ഷ സർക്കാർ എന്താ പറയാ, ഓക്കെ ഞങ്ങൾ കൗൺസിലിംഗ് നടത്തും എന്നുള്ളത്. അപ്പൊ യഥാർത്ഥത്തിൽ പക്ഷേ പ്രശ്നം പറ്റിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ കർണാടകയിൽ കോമഡ് കൗൺസിലിംഗ് തുടങ്ങി, ആന്ധ്രാപ്രദേശ് മെഡിക്കൽ അസോസിയേഷൻ കൗൺസിലിംഗ് തുടങ്ങി, വിവിധ മറ്റെന്താ പറയാ ഡീംഡ് യൂണിവേഴ്സിറ്റിയിൽ കൗൺസിലിംഗ് തുടങ്ങി. അപ്പൊ അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ ഈ കത്തിന് അത്രേ പ്രസക്തിയുള്ളൂ. ഈ കാര്യം അറിയുന്നതിന് മുമ്പായിട്ട് ഇത് ഒരു ഞാൻ പറഞ്ഞത് ഇതൊരു പാരവണതാണ്. ഇത് ഇടതുപക്ഷ സർക്കാരും മാനേജ്മെന്റുകളും നല്ല രീതിയിൽ എത്രയോ വർഷമായിട്ട് ഇപ്പം ഞങ്ങൾക്ക് തന്നെ ബിജുവിനറിയാം. ബിജു ഒരു SFI വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് തന്നെ അറിയാം. വളരെ നല്ല രീതിയിൽ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ട ചെറിയ ഫീസിൽ പഠിക്കത്തക്ക രീതിയിൽ ഞങ്ങൾ 10-15 കൊല്ലമായിട്ട് താങ്കളിലേക്ക് ഒരിക്കൽ കൂടി ശ്രീ ജോർജ് പോൾ, ഇപ്പോ ഡോക്ടർ ഫസൽ ഗഫൂർ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഒരു കത്ത് നീറ്റിൽ നിന്ന് പ്രവേശനം നൽകുന്നതിന് വേണ്ടി സർക്കാരിന് പ്രിഫറബിളി ആണെങ്കിൽ കൂടി ഒരു നിലപാടെടുക്കേണ്ട സാഹചര്യം വന്നപ്പോൾ സർക്കാർ അത് എടുത്തു. അത് മുൻ കരാറുകളൊക്കെ അവിടെ ഉണ്ടെങ്കിലും ഇത്തരത്തിലൊരു കത്ത് വരുമ്പോൾ ആ രീതിയിൽ സുപ്രീം കോടതിയുടെ പരാമർശത്തിൻ്റെ പുറത്ത്, ജഡ്ജ്മെൻറ്റിൻ്റെ പുറത്ത് ചില നിലപാടുകൾ എടുക്കണമെന്നുള്ള ഘട്ടം വരുമ്പോൾ സർക്കാർ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ. അതിനകത്ത് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ കോടതിയിൽ പരിശോധിക്കാം. പക്ഷേ അത് സർക്കാർ ചെയ്ത ഒരു കുറ്റമാണ്, ഈ കാര്യങ്ങളെ മുഴുവൻ അവതാളത്തിലാക്കി എന്ന് പറഞ്ഞുകൊണ്ട് മുൻ കരാറിലേക്ക് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലേക്ക് അനുവദിച്ചു തന്നെ പോകേണ്ടതായിരുന്നു എന്ന് പറയുന്നത് ശരിയാണോ? അതോ പുതിയ നിലപാട് കോടതിയിൽ കാണുകയാണോ വേണ്ടത്? അതായത് ഈ സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് ഇങ്ങനെ ഒരു എഴുത്ത് വരുമ്പോൾ ആദ്യമായിട്ട് ഈ എഴുത്ത് വെച്ചുകൊണ്ട് ഗവൺമെന്റിന് ഈ അഡ്മിഷൻസ് ടേക്ക് ഓവർ ചെയ്യാനായിട്ട് നിയമപരമായ അവകാശമുണ്ടോ എന്ന് ലീഗൽ സെല്ലില് റഫർ ചെയ്ത് അവിടെ നിന്ന് ഒരു ഒപ്പീനിയനാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. അത് ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം പ്രൈവറ്റ് മാനേജ്മെന്റിന് ഈ നാട്ടിലെ ഒരു പൗരന് അവകാശമുണ്ട്, ഗവൺമെന്റിന് ചില അവകാശങ്ങളുണ്ടെന്ന് പറയുന്നില്ലേ? എന്ന് പറയുന്ന പോലെ ഓരോ പൗരനും ഒരു വിദ്യാഭ്യാസ സ്ഥാപനം പ്രൈവറ്റ് ആയിട്ട് നടത്തുന്ന ഒരു വ്യക്തിക്കും ചില അവകാശങ്ങളുണ്ട്. ഈ അവകാശങ്ങളിൽ കയറി കൈ കടത്തുമ്പോഴാണ് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ജോർജ് പോൾ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിങ്ങളെപ്പോലുള്ളവർ പറയുന്ന ഒരു കാര്യമാണ് ഈ ന്യൂനപക്ഷ അവകാശത്തിന്റെ കാര്യം. ഒരുപക്ഷെ സർക്കാർ അവിടെ കൂടുതൽ പരിഗണിച്ചത് എന്താണ്? ഈ കത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ പ്രവേശിപ്പിക്കപ്പെടുന്ന
വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ന്യൂനപക്ഷ അവകാശം സംരക്ഷിക്കപ്പെടുക എന്നുള്ളത് കൃത്യമായി ഉറപ്പാക്കുകയല്ലേ സർക്കാർ ചെയ്യുന്നത്? അത് പ്രവേശനം നടത്തുക എന്നുള്ള ഒരു കാര്യം മാത്രം ന്യൂനപക്ഷ അവകാശത്തിൽ വന്നുകൊണ്ട് നിങ്ങളെപ്പോലുള്ള മാനേജ്മെന്റ് പ്രതിനിധികൾക്ക് നൽകുക എന്നുള്ളതാണോ ശരി? അതോ കുട്ടികൾക്ക് ന്യൂനപക്ഷ അവകാശം കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് വരുത്തുക എന്നുള്ളതാണോ? ഏതാണ് സർക്കാർ ചെയ്യേണ്ടത്? ഇതിനകത്ത് ന്യൂനപക്ഷവും ഇല്ല, ഭൂരിപക്ഷവും ഇല്ല. രണ്ടു കൂട്ടർക്കും ഈക്വലായിട്ട് അപ്ലൈ ചെയ്യുന്ന നിയമമാണ് ഞാൻ ഈ പറയുന്നത്. ഈ ന്യൂനപക്ഷത്തിന്റെ ഇഷ്യൂ വരുന്നത് ഈ ന്യൂനപക്ഷത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് ഒരു ഇൻട്രസ്റ്റ് മെറിറ്റിൽ അഡ്മിഷൻ കൊടുക്കണം എന്നുള്ള ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ. അല്ലാതെയുള്ള നിയമം ഭൂരിപക്ഷത്തിനും ന്യൂനപക്ഷത്തിനും ഒന്ന് തന്നെയാണ്. ഇതാണ് നിയമവശം. ഈ നിയമവശം ഒന്നും മനസ്സിലാക്കാതെയാ നമ്മളുടെ ഈ ചർച്ചകൾ മുഴുവൻ പോകുന്നത്. പക്ഷേ ശ്രീ ജോർജ് പോൾ, ഡോക്ടർ ഫസൽ ഗഫൂറിനെ പോലെയുള്ള മാനേജ്മെന്റ് പ്രതിനിധികൾക്ക് സംശയമില്ല, സർക്കാർ ഈ ചെയ്യുന്ന കാര്യത്തിനകത്ത് കുഴപ്പമില്ല. ഇങ്ങനെ തന്നെ ആണ് ഒരു സർക്കാരിന്, ഒരുപക്ഷെ ഇടതുപക്ഷ സർക്കാരിനെങ്കിലും ചെയ്യാൻ സാധിക്കുക. പാവപ്പെട്ട കുട്ടികൾക്ക് മുഴുവൻ സീറ്റുകളിലും മെറിറ്റ് അടിസ്ഥാനത്തിൽ പ്രവേശനം നൽകാൻ സാധിക്കുമോ എന്ന ഒരു പരിശോധന വേണ്ടത് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ അത് നിങ്ങൾ കോടതിയിൽ ഇപ്പോൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യത്തിൽ ഒരു മറുപടി നാളെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ച് മുന്നോട്ട് പോകാം. ഇല്ലെങ്കിൽ കോടതി മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ സാമൂഹ്യ നീതിയുടെ അടിസ്ഥാനത്തിൽ കോടതി പറഞ്ഞതിന് ഒപ്പം നിന്ന് സർക്കാരിനോടൊപ്പം പോവുക, ഇതല്ലേ ഉള്ളൂ വഴി. അല്ല, അതെ, ഇപ്പൊ ഗഫൂർ പറഞ്ഞതിനൊന്നും ഞാൻ മറുപടി പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെതായ അജണ്ടയുണ്ട്, എനിക്ക് അജണ്ടയില്ല. എന്റെ ഒക്കെ ട്രാൻസ്പെറന്റ് ആണ്. അതാണ് അതിനകത്തുള്ള ഒരു വ്യത്യാസം. ഈ ഡോക്ടർ ഫസൽ ഗഫൂറിനെ പോലുള്ള മാനേജ്മെന്റ് പ്രതിനിധികൾക്ക് എന്ത് അജണ്ട ഉണ്ടെന്നാണ് ശ്രീ ജോർജ് പോൾ പറയുന്നത്? ആ അജണ്ട സാമൂഹ്യ നീതിക്ക് ഉറപ്പ് വരുത്തുന്നതാണെങ്കിൽ നല്ലതല്ലേ ആ അജണ്ട? സാമൂഹ്യ നീതി ഞങ്ങൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. വരുത്തുന്നതിന് ചില പരിമിതികളുണ്ടെന്നാണ് പറഞ്ഞു വരുന്നത്. അതായത് എല്ലാ വിദ്യാർത്ഥികളെയും മെറിറ്റിന്റെ ബേസിലെ അഡ്മിഷൻ കൊടുക്കാവുള്ളൂ എന്ന് സുപ്രീം കോടതി നീറ്റ് മൂലം പറഞ്ഞിടത്തോളം കാലം ഡിഫറൻഷ്യൽ ഫീസ് എന്ന് പറയുന്നത് നടക്കാനേ പോകുന്നില്ല. അതാണ് ഏറ്റവും ആദ്യം തിരിച്ചറിയേണ്ടത്. ഒറ്റ ഫീസിൽ മാത്രം ആ ഫീസ് ഏറ്റവും കുറച്ച് ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളതിലാണ് ഇതിനുള്ളൊരു ശാശ്വത പരിഹാരം. ശരി, ആ കാര്യത്തിൽ നിങ്ങൾ സർക്കാരിനോടൊപ്പം ഒരു ചർച്ചയ്ക്ക് ഇരിക്കേണ്ടതല്ലേ? അവിടെ നിങ്ങൾ ആ ചർച്ചയിൽ കാര്യങ്ങൾ തീരുമാനിക്കുകയല്ലേ വേണ്ടത്? നിങ്ങൾ ചർച്ച പോലും ചെയ്യാൻ തയ്യാറല്ല എന്ന് ഒരു വിഭാഗം പറയുകയും ചെയ്യുന്നുണ്ട്. ആരത് പറഞ്ഞത്? ഞങ്ങൾ ചർച്ച ചെയ്തല്ലേ ഒരു എഗ്രിമെന്റ് ഒപ്പിട്ടത്. അത് പഴയ സർക്കാരിന്റെ കാലഘട്ടത്തിലാണല്ലോ. ഇപ്പോൾ പുതിയ സാഹചര്യത്തിൽ ഇപ്പോൾ സർക്കാർ ഒറ്റയടിക്ക് ഏകപക്ഷീയമായി എല്ലാ സീറ്റിലും പ്രവേശനം നടത്താൻ പോകുന്നു എന്ന് പറഞ്ഞ് ചർച്ചയിൽ നിന്ന് മാറി നിൽക്കുന്നത് പോലെ തോന്നിപ്പിക്കുന്ന സാഹചര്യം ആരുണ്ടാക്കിയതാണ്? ഇല്ല, പഴയ ഗവൺമെന്റുമായിട്ട് ഒപ്പിട്ടു എന്ന് പറഞ്ഞാൽ പുതിയ ഗവൺമെന്റ് റെക്കഗ്നൈസ് ചെയ്തതിന് ശേഷമാണ് ജെയിംസ് കമ്മിറ്റിയിലേക്ക് അത് റെഫർ ചെയ്തത്. അതിനുശേഷമാണല്ലോ നീറ്റിനെ കുറിച്ചുള്ള കത്ത് വന്നതും സുപ്രീം കോടതിയുടെ വിധി വരുന്നതുമൊക്കെ. അതിനുശേഷമാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഇതെന്താ മനസ്സിലാക്കാത്തത്? നിങ്ങളെപ്പോലെയുള്ളവർ ഇതിന്റെ ഫാക്ട്സ് പരിപൂർണമായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. അല്ലാതെ വെറുതെ ആർഗ്യൂ ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ തിരിച്ചു വരാം. ശ്രീ ടി പി അഷ്റഫ് അലി, ഇപ്പൊ ഞാൻ ബിജുവിലേക്ക് വരുന്നതിന് മുമ്പ് പ്രതിപക്ഷത്തെ കഴിഞ്ഞ 5 കൊല്ലം വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ഒരു പാർട്ടിയുടെ യുവ നേതാവ് എന്നുള്ള നിലയ്ക്ക് കൂടി ടി പി അഷ്റഫ് അലി ഈ പ്രശ്നത്തെ ഇപ്പോൾ എങ്ങനെ കാണുന്നു എന്നാണ് അറിയേണ്ടത്. സ്വാശ്രയ വിഷയത്തിൽ മഹാമണ്ഡൻ തീരുമാനമാണ് കേരളത്തിലെ സർക്കാർ നിലവിലെടുത്തത്. ഞങ്ങളിതാ എല്ലാം ശരിയാക്കാൻ പോകുന്നു എന്ന് വീമ്പ് പറഞ്ഞ് നടക്കുന്ന ഒരു സർക്കാർ ജനങ്ങൾക്കിടയിൽ ഞങ്ങളിതാ 100% സീറ്റും ഏറ്റെടുത്തിരിക്കുന്നു എന്ന് വരുത്തുന്നതിന് വേണ്ടി, ജനങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു പ്രതിധ്വനി ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള, എന്തു വന്നാലും ഇത് സർക്കാർ കോടതിയിൽ തോൽക്കുമെന്ന് ഉറപ്പുള്ള ഒരു തീരുമാനത്തെ ജനങ്ങൾക്കിടയിൽ ഞങ്ങൾ ശ്രമിച്ചു, പക്ഷേ കോടതി ഇടപെട്ടു, കഴിഞ്ഞില്ല എന്ന് വരുത്തി സ്വന്തം കാര്യം സ്വന്തം ദേഹത്തു നിന്നും ചെളി ഒഴിവാക്കുന്നതിന് വേണ്ടി എടുത്ത ഒരു തീരുമാനത്തിനപ്പുറത്തേക്ക് ഈ സ്വാശ്രയ കരാറിൽ ഒരു കഴമ്പുമില്ല. സർക്കാർ ചെയ്യേണ്ടത് അവർ ശ്രമിക്കുക എന്നുള്ളതാണ്. ആ കാര്യത്തിൽ ശ്രമത്തിൽ പരാജയപ്പെടുക എന്നുള്ളത് മാനേജ്മെന്റുകൾ എടുക്കുന്ന നിലപാട് പോലെ ഇരിക്കും. മാനേജ്മെന്റുകളെല്ലാം തീരുമാനിക്കുകയാണ് ഈ പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി ഞങ്ങൾ ഫീസ് കുറച്ചു കൊടുത്തുകൊണ്ട് ഈ മെറിറ്റ് അടിസ്ഥാനത്തിൽ മാത്രം എടുക്കാമെന്ന് അവർ തയ്യാറായാൽ നിങ്ങൾ ഈ പറയുന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നും നടക്കില്ല. ആ നിലയ്ക്ക് ഒരു ഭാഗ്യപരീക്ഷണം പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി നടത്തുന്നത് സർക്കാർ ചെയ്യേണ്ടതല്ലേ? പ്രിയപ്പെട്ട ലാൽ, എനിക്ക് പറയാൻ അവസരം നൽകണം. എങ്ങനെയാണ് 100% സീറ്റും സർക്കാർ ഏറ്റെടുത്താൽ പാവപ്പെട്ട കുട്ടികൾക്ക് അത് ഗുണകരമാവുക? പാവപ്പെട്ട കുട്ടികൾക്ക് ഗുണകരമാകണമെങ്കിൽ സർക്കാർ ഫീസിൽ എല്ലാ കുട്ടികൾക്കും പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കണം. അതിന് നിലവിൽ ഡെന്റൽ കോളേജ് മാനേജ്മെന്റുമായി ഒപ്പിട്ട കരാർ പരിശോധിച്ചാൽ ഈ സർക്കാർ ചെയ്തത് പാവപ്പെട്ട കുട്ടികളുടെ കൂടെ നിൽക്കുകയല്ല എന്നും
23,000 രൂപക്ക് പഠിക്കാൻ കഴിയുമായിരുന്ന ഡെന്റൽ കോളേജിലെ ഫീസ് 4.5 ലക്ഷമാക്കി ഉയർത്തുകയും ചെയ്തത്, എന്നിട്ട് 100% സീറ്റ് ഏറ്റെടുക്കുന്നു എന്ന് പറയുന്നതിൽ കുട്ടികൾക്ക് എന്ത് ഗുണമാണുള്ളത്? ഈ കാര്യങ്ങളൊക്കെ കേരളത്തിൽ എന്ന് തുടങ്ങിയതാണെന്ന് ഞാൻ താങ്കളെ ഓർമ്മിപ്പിക്കുകയാണ്. 2005 വരെ ഉള്ള കാലഘട്ടത്തിൽ ഈ ഏകീകൃത ഫീസാണ് ഇവിടെ ഉണ്ടായിരുന്നത്. എ.കെ. ആന്റണി സർക്കാരിന്റെ കാലഘട്ടത്തിലും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ തുടക്ക കാലഘട്ടത്തിലും ഏകീകൃത ഫീസായിരുന്നു. അതിനൊരു മാറ്റം വന്നത് 2006 MA ബേബി വിദ്യാഭ്യാസ വകുപ്പിലേക്ക് വന്നതിന് ശേഷമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പറയട്ടെ, ചരിത്രത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പോകല. നിലവിലുള്ള സാഹചര്യത്തിൽ LDF സർക്കാർ വന്നതിന് ശേഷം KK ശൈലജ എന്ന് പറയുന്ന ആരോഗ്യമന്ത്രിയുടെ കീഴിൽ ഈ സർക്കാർ എടുത്ത മഹാമണ്ഡൻ തീരുമാനത്തിന്റെ പ്രത്യാഘാതത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. MA ബേബിയുടെ കാലത്തെ ഫീസും അബ്ദുൾ റബ്ബിന്റെ കാലത്തെ ഫീസും ശിവകുമാറിന്റെ കാലത്തെ ഫീസും നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ ഇപ്പോൾ ഈ സർക്കാർ സ്വാശ്രയ മെഡിക്കൽ കോളേജ് മാനേജ്മെന്റ് പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഡെന്റൽ തീരുമാനങ്ങളെടുത്ത് എന്തുകൊണ്ട് ആ കരാറിൽ നിന്ന് സർക്കാർ പിറകോട്ട് പോയി? കാരണം എന്താണ്? സർക്കാരിന് മഹാ അബദ്ധം പറ്റിയെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് പിറകോട്ട് പോയി. കഴിഞ്ഞ 2011 മുതൽ ഭരിച്ചിരുന്ന സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിൽ മെഡിക്കൽ കോളേജ് എടുത്ത നിലപാടനുസരിച്ചുണ്ടായിരുന്ന ഏകീകൃത ഫീസ് ആണ് ഈ കാര്യങ്ങളെ നിലവിലുണ്ടായിരുന്ന സാഹചര്യത്തിൽ നിന്ന് വലിയ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചത്. അത് എന്തുകൊണ്ടാണ് അഷ്റഫ് അലിയെ പോലുള്ളവർ മനസ്സിലാക്കാത്തത്? ഒരു ഏകീകൃത ഫീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏകീകൃത ഫീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 23,000 രൂപ ഫീസ് ഉള്ളത് 4.25 ലക്ഷമാക്കുന്നത് ഏകീകൃത ഫീസാണോ? ഇവരെ കൊണ്ട് അത് 25,000 കൊണ്ടുവരാൻ ഈ സർക്കാരിന് കഴിഞ്ഞിരുന്നെങ്കിൽ ഈ സർക്കാരിന്റെ തീരുമാനത്തെ ഞങ്ങൾ അംഗീകരിക്കുമായിരുന്നു, ഞങ്ങൾ സ്വാഗതം ചെയ്യുമായിരുന്നു. ഇത് ഇരട്ടിയിലധികം എന്നല്ല, എത്രയോ ആയിരക്കണക്കിന് ശതമാനത്തോളം ഉയർത്തി ഫീസ് കൊടുത്തിട്ട് അതിന് ഏകീകൃത ഫീസ് എങ്ങനെയാണ് വിളിക്കാൻ കഴിയുക? എന്തുകൊണ്ട് പിന്നെ ആ സർക്കാർ ഈ കരാറിൽ നിന്ന് പുറകോട്ട് പോയി? എന്തുകൊണ്ട് ആ സർക്കാർ കരാറിൽ ഉറച്ചു നിന്നില്ല? ഇതൊക്കെ ചോദ്യങ്ങളാണ്. അതുകൊണ്ട് ഈ സർക്കാർ ചെയ്തിട്ടുള്ളത് പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ മേൽ ഇടുത്തി വീഴുന്ന രൂപത്തിലുള്ള ഒരു വലിയ ഫീസ് പരിഷ്കരണം നടത്തുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഡെന്റൽ കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ പറയുന്നു ഞങ്ങൾ ഇതിന് തയ്യാറാണ്, ഞങ്ങൾ ഈ കരാറുമായി മുന്നോട്ട് പോകും. സർക്കാർ പറയുന്നു ഞങ്ങൾ കരാറിലില്ല എന്ന്. ഇവിടെ നേരത്തെ പറഞ്ഞ ആളുകളൊക്കെയും സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ, എല്ലാവർക്കും പ്രശ്നം ഫീസുമായി ബന്ധപ്പെട്ടതാണ്. കുട്ടികളുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഡിസ്ക്വാളിഫിക്കേഷന്റെ പ്രശ്നം ഇപ്പോൾ ഇല്ല. നീറ്റിൽ നിന്നാണ് ഇപ്പോൾ എടുക്കേണ്ടതെങ്കിൽ കഴിഞ്ഞ വർഷം കീമിൽ നിന്ന് എടുക്കേണ്ടിയിരുന്നു. ക്വാളിഫിക്കേഷൻ ഇല്ലാത്തൊരു കുട്ടിയെയും പ്രവേശിപ്പിക്കാൻ അനുവദിക്കുന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്നിരിക്കെ ഫീസ് വർദ്ധിപ്പിച്ച് ഈ മാനേജ്മെന്റിന് ഓശാന പാടുന്ന ഒരു നയത്തിന്റെ ഭാഗമായി ഈ സർക്കാർ ഇപ്പോൾ ചെയ്തത് മാനേജ്മെന്റിനെ സഹായിക്കുന്നതാണ്. പാടുകയാണ് ഈ സർക്കാർ എന്നാണ് TP അഷ്റഫ് അലിയെ പോലുള്ളവർ പറയുന്നത്. ആ കാര്യത്തെ നിങ്ങൾ എങ്ങനെയാണ് കണ്ടിക്കുക? അല്ല, ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ആ ഗവൺമെൻറ്റിന് ഒരു നയമുണ്ട്. ആ നയമെന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ വിദ്യാഭ്യാസ രംഗമായിരുന്നാലും വിദ്യാഭ്യാസ മേഖലയിൽ മെറിറ്റ് അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള നീണ്ട ചർച്ചകളും സമരങ്ങളും മറ്റുമൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വന്ന ഒരു പുതിയ സാഹചര്യം എന്താ? പുതിയ സാഹചര്യം എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി ഒരു വിധി കൊണ്ടുവന്നു. അതായത് മെഡിക്കൽ പ്രവേശനം നീറ്റ് അടിസ്ഥാനത്തിലായിരിക്കണം, മെഡിക്കൽ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം ഉറപ്പാക്കണം. അങ്ങനെ ഒരു സുപ്രീം കോടതി വിധി വന്നു. ആ സുപ്രീം കോടതി വിധി ഈ ഒരു വർഷത്തേക്കാണ് ഒന്ന് മാറ്റിക്കൊടുത്തിരിക്കുന്നത്. അടുത്ത വർഷം, അതായത് സർക്കാരുകൾ സ്റ്റേറ്റ് എൻട്രൻസ് നടത്തി, അതുകൊണ്ട് ഈ വർഷം അത് നിർബന്ധമാക്കിക്കൊണ്ടുള്ള ഉത്തരവ് വന്നിട്ടില്ല. രണ്ടാമത്തെ പ്രശ്നം വന്നത് എന്താണ്? ഈ ഓഗസ്റ്റ് മാസം 12-ാം തീയതി കേന്ദ്ര സർക്കാർ ഒരു കത്ത് അയച്ചു. ആ കത്തിൽ പറയുന്നത് MBBSൻ്റെ പ്രവേശനം നീറ്റിൽ നിന്നാവണം. അതിപ്പോൾ മാനേജ്മെൻറ്റുകൾ വ്യാഖ്യാനിക്കുന്ന മറ്റൊരു രൂപത്തിലാണ്. നീറ്റിൽ നിന്നാവണമെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, അത് അവരുടെ വ്യാഖ്യാനം. ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് എന്താ നോക്കുന്നത്? ഗവൺമെൻറ് നോക്കുന്നത് ഒരു പബ്ലിക്കിൻ്റെ പബ്ലിക്കിൻ്റെ താല്പര്യം എന്തായിരിക്കും? ഇപ്പോൾ അഷ്റഫ് അലിയുടെ മുസ്ലിം ലീഗിൻ്റെ താല്പര്യമല്ല പബ്ലിക്കിൻ്റെ താല്പര്യം. പബ്ലിക്കിൻ്റെ താല്പര്യം എന്താണ്? കൂടുതൽ കുട്ടികൾക്ക് മെറിറ്റ് അടിസ്ഥാനത്തിൽ ഡോക്ടറാവാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം. അങ്ങനെ അതിനനുകൂലമായിട്ടുള്ളൊരു കത്ത് കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനങ്ങൾ ഇതിനകത്ത് ബൈൻഡിങ് ആണ്. കാരണം വിദ്യാഭ്യാസം കൺകറൻറ്റ് ലിസ്റ്റിൽപ്പെട്ടതാണ്. അതിനകത്ത് കേന്ദ്ര സർക്കാർ ഒരു നിലപാട് സ്വീകരിച്ചാൽ ആ നിലപാടിന് വിരുദ്ധമായി സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയില്ല. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സർക്കാർ പറയുകയാണ് നീറ്റിൽ നിന്ന് പ്രവേശനം നടത്തിക്കോ, പ്രിഫറബിളി എന്നാണെങ്കിലും നീറ്റ് അതല്ലേ നമ്മൾ എടുക്കൂ, അതാണ് മുഖവിലേക്ക് എടുക്കേണ്ടത്. ആ മുഖവിലേക്ക് എടുത്ത് നടക്കുമ്പോഴാണ് ഈ തർക്കം വരുന്നത്, ഈ പ്രശ്നം വരുന്നത്. അപ്പോൾ എന്താ, മാനേജ്മെൻറ്റുകൾ 50% സീറ്റിൽ അവർ തന്നെ എൻട്രൻസ് നടത്തി അവരുടെ മെറിറ്റ്, ആ മെറിറ്റ് ഇപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് ചിലപ്പോൾ അംഗീകരിക്കാൻ പറ്റും, ചിലപ്പോൾ എല്ലാം അംഗീകരിക്കാൻ പറ്റില്ല. നമ്മൾ കൂടുതൽ മെറിറ്റായി കാണുന്നത് ഈ പറയുന്ന ഒരു പൊതു
സ്ട്രീമിൽ നിന്ന് പോകുന്നതന്നെ ഒരു പൊതു കൗൺസിലിങ്ങിനെയാണ് കാണാം. അതിനൊരു അവസരം കിട്ടിയപ്പോൾ അതിന് ഉപയോഗപ്പെടുത്തി. പക്ഷേ ശ്രീ ബിജു, ഇപ്പോൾ ഈ പ്രതിപക്ഷവും അതല്ലെങ്കിൽ ചില മാനേജ്മെൻറ്റ് പ്രതിനിധികളും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ മുമ്പ് 2006 ഒരു സ്വാശ്രയ ബില്ല് വന്ന സമയത്ത് അതിനകത്ത് ഈ ന്യൂനപക്ഷ അവകാശത്തിൻ്റെ പുറത്താണ് അതിൽ ചില ക്ലോസുകൾ കോടതി മരവിപ്പിച്ച അവസ്ഥയുണ്ടായത്. അത് നിലവിലുള്ളപ്പോൾ, ആ ഒരു വേദന ഉള്ളപ്പോൾ ഈ ഒരു കാര്യത്തിലും അങ്ങനെ ഒരു പ്രശ്നം കോടതിയിൽ പോയാൽ ഉണ്ടാകുമെന്ന് അറിയാമായിരുന്ന സർക്കാർ അതിലേക്ക് എന്തുകൊണ്ട് ഇറങ്ങി തിരിച്ചു എന്നാണ് ഇവർ ചോദിക്കുന്നത്. അല്ല, മുൻകാല കോടതി വിധികൾ, അത് ഇസ്ലാമിക് അക്കാഡമിക് കേസായിരുന്നാലും പൈ കേസായിരുന്നാലും ഈ കേസുകളിലെല്ലാം മാനേജ്മെൻറ്റുകൾക്ക് അനുകൂലമായി മെറിറ്റ് ഉറപ്പാക്കണമെന്നേ പറയുന്നുള്ളൂ. എങ്ങനെ പ്രവേശനം നടത്തണം, ഫീസിൻ്റെ കാര്യം, ഇതിനകത്ത് അവർക്ക് പരമപൂർണ്ണ അധികാരം നൽകുന്ന രൂപത്തിലേക്കുള്ള കോടതി വിധികളാണ് വന്നിട്ടുള്ളത്. ആ കോടതി വിധികൾ വരുമ്പോൾ ഒരു ചർച്ചയിലൂടെ മാത്രമേ നമുക്കൊരു സ്കോളർഷിപ്പ് അല്ലെങ്കിൽ ക്രോസ് സ്ട്രീം പറ്റില്ല, രണ്ട് തട്ടിലുള്ള ഫീസും പറ്റില്ല. അപ്പോൾ ഒരു എന്താ പറയുന്ന ഒരു സ്റ്റൈഫൻ്റാണ് കൊടുക്കാം, ആ രൂപത്തിലാണ് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കണം. അത് കോടതിയും അംഗീകരിച്ചിട്ടുണ്ട്. ആ എഗ്രിമെൻ്റ് പ്രകാരമാണ് കുറേയധികം കോളേജുകളിൽ സർക്കാരുകളുമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്നത്. ആ സാഹചര്യം മാറി. നമ്മളിപ്പോൾ ഗവൺമെൻറ് വേറൊന്നും പറയുന്നില്ല. ഗവൺമെൻറ് മുമ്പിൽ എന്താ ഉള്ളത്? ഏറ്റവും അവസാനത്തെ സുപ്രീം കോടതി വിധി, അതിനുശേഷം വന്ന സർക്കാർ ഉത്തരവ്. ഈ രണ്ട് കാര്യങ്ങളും ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം പബ്ലിക്കിൻ്റെ താല്പര്യം ഈ നടപ്പിലാക്കണം. അഷ്റഫ് അലിയുടെ താല്പര്യമല്ല പബ്ലിക്കിനുള്ളത്. ഓരോന്നിനെ ഓരോന്നായി കാണണം. ഡെന്തൽ കോളേജിനെയും മെഡിക്കൽ കോളേജിനെ ഒരുപോലെ കാണാൻ പറ്റില്ല. ഡെന്തൽ കോളേജിനെയും എഞ്ചിനീയറിംഗ് കോളേജിനെ ഒരുപോലെ കാണാൻ പറ്റില്ല. മെഡിക്കൽ വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടി ആയിരക്കണക്കിന് കുട്ടികളാണ് ഇവിടെ കഷ്ടപ്പെട്ട് നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് 100% മെറിറ്റിൽ പ്രവേശനം നടത്താൻ ഒരു അവസരം ഗവൺമെൻറ് മുമ്പിൽ പറഞ്ഞപ്പോൾ ഗവൺമെൻറ് ഉപയോഗിക്കുന്നു. അവർ പറയുന്നല്ല, ഇതിനു മുമ്പുള്ള കോടതി വിധികൾക്ക് അവർ അനുകൂലമാണ്. കോടതി ഒരു നിലപാട് സ്വീകരിക്കട്ടെ, ഗവൺമെൻറ് ചർച്ച നടത്തട്ടെ. ചർച്ചയിലൂടെ ഇതിനകത്ത് ഫീസിനെ സംബന്ധിച്ചും പ്രവേശനം സംബന്ധിച്ചും ഒരു ധാരണയാവും. ഇപ്പോൾ ഉള്ള പ്രശ്നം എന്താ? ഗവൺമെൻറ് അതിൻ്റെ പ്രകാരം കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ഉത്തരവ് കൊടുക്കാതിരുന്നാൽ അവരെന്താ ചർച്ച ചെയ്യാൻ പോകുന്നത്? നിങ്ങൾക്ക് മെറിറ്റ് നടപ്പിലാക്കാൻ ഒരു സാഹചര്യം ഉണ്ടായിട്ട് ഇടതുപക്ഷ ഗവൺമെന്റ് എന്തുകൊണ്ട് നടപ്പിലാക്കി? ഈ ചോദ്യം വരില്ലേ? തീർച്ചയായും ടി പി അഷ്റഫ് അലിയാണ് അതിന് ഒരു ഉത്തരം പറയേണ്ടത്. ഞാൻ മറ്റുള്ളവരിലേക്ക് വരുന്നതിന് മുമ്പ് ടി പി അഷ്റഫ് അലി, ഈ അഡ്മിഷൻ സൂപ്പർവൈസറി കമ്മിറ്റി അല്ലെങ്കിൽ ഫീ റെഗുലേറ്ററി കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞ് 2006 ഒരു മാറ്റമുണ്ടായതും കുറഞ്ഞ ഫീസിൽ കുട്ടികളെ പഠിപ്പിക്കുന്നതിനുള്ള സാഹചര്യം ഈ മെഡിക്കൽ മേഖലയിൽ ഉണ്ടായതും ഒക്കെ കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ, അന്നത്തെ ആരോഗ്യമന്ത്രി PK ശ്രീമതി ടീച്ചറിൻ്റെ ഒക്കെ കാലഘട്ടത്തിലാണ്. അവരുടെയൊക്കെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടുണ്ടായ ആ മാറ്റത്തിൽ നിന്ന് ഇപ്പോഴൊരു വ്യത്യാസം ഉണ്ടായത് കഴിഞ്ഞ 5 കൊല്ലം നിങ്ങൾ ഭരിച്ചിട്ടും ഈ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം ഉയരും. നിങ്ങൾ പറയേണ്ടത്, ഇപ്പോൾ ഒരു സർക്കാർ ഒരു കത്തിൻ്റെ വെളിച്ചത്തിൽ, കേന്ദ്ര സർക്കാരിൽ നിന്ന് ഒരു കത്ത് വന്നപ്പോൾ എടുത്ത ഒരു നടപടി ശരിയായില്ല, അത് കോടതിയിൽ പരാജയപ്പെടും എന്ന് പറഞ്ഞാണല്ലോ നിങ്ങളിപ്പോൾ അവരെ ആക്ഷേപിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ അത് ചെയ്തില്ലെങ്കിൽ എന്താണ് നിങ്ങൾ പറയുക? അതാണ് നിങ്ങൾ പറയേണ്ട ഉത്തരം ഈ ഘട്ടത്തിൽ. ഞാനിവിടെ പറയുന്ന താല്പര്യം വിദ്യാർത്ഥികളുടെ താല്പര്യമാണ്. ആ താല്പര്യം തന്നെയാണ് SFIക്കും ഉള്ളത്, വിജിനുമുള്ളത്. അത് വിജിനോടൊന്ന് ചോദിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് അവർക്ക് ഇന്നലെ പത്രസമ്മേളനം നടത്തേണ്ടി വന്നത്. ഇവിടെ MA ബേബിയുടെ കാലത്തെ സ്വാശ്രയ കരാറിനെ ഞങ്ങൾ തള്ളിപ്പറയുന്നില്ല. ആ സ്വാശ്രയ കരാറിന് ചുവട് പിടിച്ചുകൊണ്ട് കഴിഞ്ഞ UDFന്റെ കാലത്തും സ്വാശ്രയ കരാറുണ്ടായിരുന്നു. അവിടെ 23,000 രൂപക്ക് മെറിറ്റിൽ പഠിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ അതിനുശേഷം 40,000 രൂപക്ക് പഠിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. മാക്സിമം 1.25 ലക്ഷം രൂപക്ക് പഠിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ നിന്ന് മാറി നിലവിൽ ഏർപ്പെട്ട കരാറിൽ, വരാൻ പോകുന്ന കരാറിലല്ല, നിലവിൽ ഡെന്റൽ കോളേജ് മാനേജ്മെന്റുമായി ഈ സർക്കാർ ഏർപ്പെട്ട കരാറിൽ 23,000 രൂപക്ക് പഠിക്കേണ്ട ഫീസിലെ എന്തുകൊണ്ട് 4.5 ലക്ഷത്തിലേക്ക് ഉയർന്നു? ആ ഉയർന്നതിനെ പി ബിജു എന്ന് പറയുന്ന CPMന്റെ പ്രതിനിധി ഇവിടെ അംഗീകരിക്കുന്നുണ്ടോ? ഒരു കരാർ ഉണ്ടാകുന്നത് അന്നത്തെ സാഹചര്യത്തിന്റെ വെളിച്ചത്തിലുണ്ടായിരുന്ന ചർച്ചയുടെ ഫലമായിട്ടാണല്ലോ. ആ കരാറിന് ശേഷമുണ്ടായ കോടതി വിധിയും കേന്ദ്ര സർക്കാരിൽ നിന്ന് വന്ന കത്തുമാണല്ലോ പുതിയ സാഹചര്യത്തിലേക്ക് നയിച്ചത്. ആ സാഹചര്യത്തിൽ ഒരു സർക്കാർ എടുക്കേണ്ട നിലപാടല്ലേ ഇപ്പോൾ എടുത്തത്? അത് ഈ മാനേജ്മെന്റുകളും കൂടി സഹകരിച്ചാൽ അങ്ങ് പറയുന്ന വിദ്യാർത്ഥി താല്പര്യം നടപ്പാവുകയല്ലേ ഉള്ളൂ. അതിനുവേണ്ടി മാനേജ്മെന്റുകളോട് സമ്മർദ്ദപ്പെടുത്തുകയല്ലേ നിങ്ങളെപ്പോലുള്ളവർ ചെയ്യേണ്ടത്? മാനേജ്മെന്റുകൾ സഹകരിച്ചാലെന്ന് പറഞ്ഞാൽ മാനേജ്മെന്റുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂടുതൽ ഫീസ് കിട്ടുക എന്നുള്ളതല്ല അവരുടെ താല്പര്യം. അവരെ കൊണ്ട് ന്യൂനപക്ഷ അവകാശത്തിന്റെ പേരിൽ അവർക്കുള്ള ചില സൗകര്യങ്ങൾ കൂടി വെച്ചുകൊണ്ടാണ്. അതാണ് നമ്മൾ തർക്കിച്ച് തീരാത്തത്. ഞാൻ തിരിച്ചു വരാം. ശ്രീ ജോർജ് പോൾ, ഇവിടെ ഇപ്പോൾ സാഹചര്യം ഇതാണ്. അങ്ങ് പറയുന്നു അങ്ങയുടെ മാനേജ്മെന്റിന്റെ ഫെഡറേഷന്റെ കീഴിലുള്ള കുറേ കോളേജുകളിൽ പ്രവേശനവുമായി ബന്ധപ്പെട്ട് കുറേ നടപടികൾ കഴിഞ്ഞ കരാറുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയി.
പക്ഷേ ഒരു സർക്കാരാണ്, മാറുന്ന സാഹചര്യം അനുസരിച്ച് രാജ്യത്തുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി നടപടികളും നിലപാടുകളും എടുക്കും. പുതിയ സാഹചര്യത്തിൽ പഴയ കരാറുകൾ ചിലപ്പോൾ മാറ്റേണ്ടി വരും. നിങ്ങളെപ്പോലുള്ളവർ സഹകരിച്ച് ഈ നാട്ടിന് സാമൂഹ്യനീതി ഉറപ്പാക്കുന്ന രീതിയിലേക്ക് ഈ പുതിയ കത്ത് അത് എത്ര ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും പാവപ്പെട്ടവർക്ക് മെറിറ്റ് നടപ്പിലാക്കി കൊടുക്കുന്നതിന് സഹായിക്കുന്നതാണെങ്കിൽ കൂട്ടു നിൽക്കുകയല്ലേ നിങ്ങൾ ചെയ്യേണ്ടത്, കോടതിയിൽ പോയി കാര്യങ്ങളെ വഷളാക്കുന്നതിനേക്കാൾ? ലാലെ, ഒരു കാര്യം മനസ്സിലാക്കണം. സാമൂഹ്യ നീതി എല്ലാവരും മെറിറ്റിൽ നിന്ന് എടുക്കാവുള്ളൂ എന്ന് സുപ്രീം കോടതി തീരുമാനിച്ച നിലയ്ക്ക് സാമൂഹ്യ നീതി നടത്തണമെന്നത് എങ്ങനെയാണ്? എനിക്ക് ആ ടെക്നോളജി ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. കാരണം ഒരു വിദ്യാർത്ഥിയിൽ നിന്നാണ് രണ്ടു കൂട്ടരും വരുന്നത്. അവർക്ക് ഒരു ഫീസ് അല്ലാതെ രണ്ടു തരം ഫീസ് വാങ്ങിച്ചാൽ കൂടുതൽ ഫീസ് കൊടുക്കുന്നയാള് ഒറ്റയ്ക്ക് ഇല്ലേ? ഇത് സാമാന്യ ബുദ്ധിക്ക് യോജിക്കുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ദയവ് ചെയ്ത് ഇതിനെപ്പറ്റി വെറുതെ ആർഗ്യുമെന്റ് നടത്തിയിട്ടൊരു കാര്യമില്ല. ജോർജ് പോൾ, അതിനകത്ത് നമ്മൾ കണ്ണടച്ചിരുട്ടാക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. കോടതിയിൽ ഈ കാര്യങ്ങളൊക്കെ എത്രമാത്രം വാദിക്കുന്നു എന്ന് എനിക്കറിയില്ല. ഒരു സാമാന്യ യുക്തിയിൽ ഞാൻ ചോദിക്കുകയാണ്. ഈ 50 സീറ്റ് നേരത്തെ മാനേജ്മെന്റിന്റെ കൂടെ ഉണ്ടായിരുന്നതാണ്, 50 സീറ്റ് സർക്കാരിനുണ്ടായിരുന്നതാണ്. ഇപ്പോൾ അത് മുഴുവൻ 100ഉം ഈ സർക്കാർ എടുക്കുകയാണെങ്കിൽ ഒരു 50 വരെയുള്ള റാങ്ക് കഴിഞ്ഞു വരുന്നത് ബാക്കി മാനേജ്മെന്റ് മുൻപ് കൊടുത്തുകൊണ്ടിരുന്നതാണെന്ന് മനസ്സിലാക്കി അവിടുത്തെ ഫീസിനെ കുറിച്ച് വേണമെങ്കിൽ വ്യത്യസ്തമായി ചിന്തിക്കാമല്ലോ. അത് ചർച്ചയിലൂടെ വിദ്യാർത്ഥി പ്രതിനിധികളുമായിട്ടും മാനേജ്മെന്റ് പ്രതിനിധികളുമായിട്ടും സർക്കാർ ഒരുമിച്ചിരുന്നാൽ തീർക്കാവുന്ന ഒരു കാര്യമല്ലേ ഉള്ളൂ? അല്ല, അതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഈ മെറിറ്റ് നീറ്റിന്റെ പ്രിഫറൻസിൽ മെറിറ്റിൽ അല്ലാതെ 50-50 എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വരുന്നില്ല. മെറിറ്റിൽ അല്ലാതെ ഒരു വിദ്യാർത്ഥി അഡ്മിറ്റ് ചെയ്താൽ MCI മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് നമ്മുടെ അഡ്മിഷന്റെ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അത് ഡിസ്ക്വാളിഫൈ ചെയ്യുക. ശരി, അപ്പോ ആ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ പുതിയ സാഹചര്യത്തിൽ പ്രവേശനം കൊടുക്കേണ്ടി വരുന്ന ഒരു സ്ഥിതി ഉണ്ടെങ്കിൽ അത് മെറിറ്റ് ഉറപ്പുവരുത്തുന്ന സുതാര്യത ഉള്ളതാണെങ്കിൽ അതങ്ങ് നടക്കട്ടെ എന്ന് വിചാരിക്കുന്നത് കൊണ്ട് എന്ത് കുഴപ്പമാണ് നിങ്ങൾക്കുള്ളത്? ഞങ്ങളുടെ എഗ്രിമെന്റിനകത്തുള്ളത് സ്വകാര്യതയാണ്. ആ എഗ്രിമെന്റ് ഒക്കെ നിങ്ങൾ തമ്മിൽ ആലോചിച്ചുണ്ടാക്കിയതാണല്ലോ. പുതിയ സാഹചര്യത്തിൽ മെറിറ്റ് ആണ് പ്രധാനമെങ്കിൽ പഴയ എഗ്രിമെന്റ് അങ്ങ് കീറിക്കളയാവുന്നതല്ലേ ഉള്ളൂ. അല്ല ലാലെ, ഒന്നുകിൽ ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങൾ എഗ്രിമെന്റ് ഗവൺമെന്റ് അപ്രൂവ് ചെയ്ത എഗ്രിമെന്റ് ആണ്. അതിനകത്ത് മെറിറ്റ് അല്ലാതെ മറ്റൊന്നുമില്ല. ശ്രീ ജോർജ് പോൾ, 1947 മുതൽ ഇങ്ങോട്ട് വിവിധ സർക്കാരുകൾ ഇന്ത്യയിൽ പല കരാറുകൾ പലരുമായി ഉണ്ടാക്കിയതൊക്കെ പിന്നീട് വന്ന സാഹചര്യത്തിനനുസരിച്ച് മാറ്റിയിട്ടില്ലേ? നിങ്ങൾക്ക് മാത്രം എന്തുകൊണ്ടാണ് ഇത് ജീവിത അവസാനം വരെ ഈ കരാർ തന്നെ അങ്ങനെ നിൽക്കുമെന്ന് ഒരു തോന്നലുള്ളത്? അല്ല, ഗവൺമെന്റ് ഒരു കരാറിൽ മാറ്റണമെന്നുണ്ടെങ്കിൽ അതിന് മതിയായ കാരണം പറയണം. ആ കാരണം ഒന്നും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. യൂണിലാറ്ററൽ ആയിട്ട് ആർബിട്രറി ആയിട്ട് ഒപ്പിട്ട എഗ്രിമെന്റ് റിവോക്ക് ചെയ്തു. അതെന്താണെന്ന് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യണം. അതുകൂടാതെ ഞങ്ങളുടെ അവകാശത്തെ എന്തുകൊണ്ട് കവർന്നെടുത്തു? ശരി, നിങ്ങളുടെ അവകാശം എന്ന് പറയുന്നത് ഈ ന്യൂനപക്ഷ കോളേജുകൾക്കുള്ള അവകാശമല്ലേ, അതല്ലേ പറയുന്നത്? അല്ലല്ല, ന്യൂനപക്ഷം ഉണ്ട്. അതല്ല ഇപ്പൊ ഇവിടുത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇഷ്യൂ. പ്രൈവറ്റ് മാനേജ്മെന്റിന് അഡ്മിഷൻ നടത്താനുള്ള അവകാശം സുപ്രീം കോടതി തന്നിട്ടുള്ളതാണ്. ശരി, ഞാൻ ഡോക്ടർ ഫസൽ ഗഫൂർ, അങ്ങ് ഇതിന്റെ എന്തോ കാര്യങ്ങൾ ഇടപെടാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഡോക്ടർ ഫസൽ ഗഫൂർ പറയൂ. അതെ 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 ഞാൻ പറയാം. ജോർജ് പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അഗ്രിമെന്റ്. ഞാൻ ജോർജ് പോൾ സത്യസന്ധമായിട്ട് പറയും, AK ആന്റണിയായിട്ട് 50-50 എന്ന് പറഞ്ഞിട്ടുള്ള അഗ്രിമെന്റ് ഉണ്ടാക്കിയവരവർ മനസ്സിലല്ലേ. അന്ന് കേരളത്തിൽ 6 മെഡിക്കൽ കോളേജ് ഉള്ളൂ. അതിൽ 5 ക്രൈസ്തവ മെഡിക്കൽ കോളേജ്, ഒരു മുസ്ലിം മെഡിക്കൽ. ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തിന് ഒരൊറ്റ കോളേജും ഇല്ല. ആ കാലത്താണ് നമ്മൾ ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ഈ പെട്ടെന്ന് എന്താക്കി, ഇവർ അഗ്രിമെന്റുകളെ പറ്റി പറഞ്ഞില്ല. ഇവരപ്പോൾ എന്താക്കിയെന്ന് വെച്ചാൽ ഇനാംദാർ, അപ്പോൾ ഉണ്ണികൃഷ്ണൻ ജഡ്ജ്മെന്റ് 50-50 പിന്നെ ഇനാംദാർ ഇസ്ലാമിക് അക്കാദമി ജഡ്ജ്മെന്റ് 100 എടുത്തോളാം എന്ന് പറയുമ്പോൾ ഇവർ പഴയ AK ആന്റണിയുമായിട്ട് ഉണ്ടാക്കിയ കരാർ ലംഘിച്ചവരാ. അന്ന് ഞാൻ KT ജലീലിനെയും കൂട്ടി MA ബേബിയെ പോയി കണ്ട് MA ബേബിയുടെ റൂമിൽ ഇരുന്നുകൊണ്ട് ET മുഹമ്മദ് ബഷീറിനെ ഫോണിൽ വിളിച്ച TT യോട് ചോദിച്ചു, നിങ്ങളുടെ അഭിപ്രായമാണ്? ഇത് ബേബി എല്ലാവരും സാക്ഷിയല്ലേ, ഞാൻ TV പറഞ്ഞേ. 50-50 കരാറിൽ ഞങ്ങൾ സൈൻ ചെയ്യണോ വേണ്ടയോ? കാരണം മുസ്ലിം സമുദായത്തിന്റെ ഇതിൽ മുൻപന്തിയിലുള്ള. അപ്പൊ ET പറഞ്ഞു, നിങ്ങൾ തീർച്ചയായിട്ടും സൈൻ ചെയ്യണം.
അതിന്റെ വെളിച്ചത്തിൽ കേരളത്തിലെ സകല മുസ്ലിം സംഘടനകളുടെ സമസ്തയുടെ എഞ്ചിനീയറിംഗ് കോളേജ് അടക്കം MESന്റെ എഞ്ചിനീയറിംഗ് കോളേജ് അടക്കം എല്ലാ കോളേജുകളും 50-50 കരാറിൽ സൈൻ ചെയ്തു. അന്ന് ഇവരെന്താക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ 100 ഇവർ എടുത്തു, വർഷങ്ങളോളം ഇവർ 100 എടുത്തു. ഇവർ പറയണത് എന്താണെന്ന് വെച്ചാൽ പാവപ്പെട്ട വിദ്യാർത്ഥി എന്ന് പറഞ്ഞൊരു കാര്യമില്ല, ഈക്വൽ ഫീസ്, മെറിറ്റ് ലിസ്റ്റിൽ നിന്ന് ഈക്വൽ, അതിൽ പണക്കാരനും വരും. അങ്ങനെയല്ല, ഞങ്ങൾ ഗവൺമെന്റ് ആയിട്ട് ഉണ്ടാക്കിയ കരാർ എല്ലാ ഗവൺമെന്റും, ഉമ്മൻചാണ്ടി ഗവൺമെന്റും അതിനുശേഷമുള്ള മുമ്പ് ബേബി ആയിട്ടൊക്കെ ഉണ്ടാക്കിയ, ശ്രീമതി ആയിട്ട് ഉണ്ടാക്കിയ കരാറിൽ ഇങ്ങനെ 50% ഫീസ് കൊടുക്കുന്നതിൽ BPL താഴെയുള്ള കുട്ടികൾ ഫീസ് പോലും പറഞ്ഞിട്ടുണ്ട് അവരുടെ ഫെഡറേഷൻ നടത്തുന്ന പ്രവേശനമാണത്രേ ഏറ്റവും മികച്ച മെറിറ്റ് ഉള്ളത് സർക്കാരിനേക്കാൾ കൂടുതൽ എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. ഒന്ന്. മറ്റൊന്ന്, ഡോക്ടർ ഫസൽ ഗഫൂറിനെ പോലെയുള്ള മാനേജ്മെന്റ് പ്രതിനിധികൾക്ക് വേറെ എന്തോ അജണ്ട ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നും. എനിക്കെന്താ അജണ്ട? ഇത് മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി എൻ്റെ വാപ്പാടെ സ്വത്വമല്ല, എന്നില്ല, അത് പബ്ലിക് ആയിട്ടുള്ള സംഭവം, സൊസൈറ്റീസ് ആക്ടിൽ പെട്ടിട്ടുള്ളതാ. അപ്പോൾ വെറുതെ എന്തെങ്കിലും അജണ്ട എന്ന് പറഞ്ഞാൽ പോരാ. ഇതിന്റെ ഇഷ്യൂ എന്താണെന്നറിയോ? അനാവശ്യമായിട്ട് ജോർജ് പോൾ കേരളത്തിൽ വർഗീയ പോളറൈസേഷൻ ഉണ്ടാക്കി. ആ കാലഘട്ടത്തിൽ അനാവശ്യമായിട്ട് ഉണ്ടാക്കിയ ഒരു പോളറൈസേഷനാണ്. 4 മെഡിക്കൽ കോളേജുകൾക്ക് വേണ്ടി ക്രൈസ്തവ സഭ ഇവിടെ പോളറൈസേഷൻ ഉണ്ടാക്കി. അതാണ് എൻ്റെ പോയിന്റ് അവിടെ കിടക്കുന്നത്. അപ്പൊ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ OBC സംവരണം ഉണ്ട്, അത് നടപ്പാക്കണം എന്നാണ് ഇപ്പൊ ഇന്നലെ ചെന്നിത്തല പറയുന്നത്. അത് നടപ്പാക്കണം എന്നാണ് VD സതീശൻ പറയുന്നത്. KPA മജീദ്, മുസ്ലിം ലീഗ് നേതാക്കന്മാരും കഴിഞ്ഞ തവണ ക്രൈസ്തവ മാനേജ്മെന്റുകൾക്ക് അനുകൂലമായിട്ടുള്ള രീതിയിലാണ് ഗവൺമെന്റ് പോകണമെന്ന് പറഞ്ഞിട്ട് ന്യൂനപക്ഷ കമ്മീഷനിൽ പരാതി കൊടുക്കാൻ വന്നു. അപ്പോ ഈ തരത്തിലുള്ള ചില മാനേജ്മെന്റുകളുടെ അപ്പൊ അന്ന് അഗ്രിമെന്റ് അവിടെ പോയി AK ആന്റണിയുമായിട്ട് ഇവരുണ്ടാക്കിയിട്ടില്ല. ഇതേ AK ആന്റണി കണ്ണീരോടോട് പറഞ്ഞില്ലേ ഇവിടെ ന്യൂനപക്ഷങ്ങൾ മനസ്സിലായുടെ ധിക്കാരപൂർവ്വമായിട്ടുള്ള പെരുമാറ്റം. അദ്ദേഹം ഇതിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഈ വിദ്യാഭ്യാസ മേഖലയിലെ 75% വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൺട്രോൾ ചെയ്യുന്നത് പ്രത്യേക മുസ്ലിം ക്രൈസ്തവ വിഭാഗങ്ങളാണ് എന്നുള്ള നിലക്കാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ അദ്ദേഹമായിട്ട് ചർച്ച ചെയ്തിട്ടുള്ള ഒരു മാറ്ററാ. ഞങ്ങൾ അതുകൊണ്ടാണ് ഉറച്ചു നിന്നത്. പക്ഷെ കഴിഞ്ഞ കൊല്ലം മാത്രം ഞങ്ങൾ മാറിയിരുന്നു. എന്താ, ഞങ്ങൾ ഉമ്മൻചാണ്ടിയെ പോയി കണ്ടു പറഞ്ഞു ഇവിടെ കേരളത്തിൽ 2 വിളംബരം പറ്റൂല, എല്ലാവർക്കും ഒരേ. ഇപ്പോഴും ഞങ്ങൾ പറഞ്ഞെന്താ അറിയോ? ഗവൺമെന്റ് എന്താ പറയണത്? ഈക്വൽ ഫീസാണ് ഞങ്ങൾ തയ്യാറാണ്, ഗവൺമെന്റ് ഡിഫറൻഷ്യൽ ഫീസാണ് ഞങ്ങൾ തയ്യാറാണ്. ഞാൻ MCA മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയിലെ മെമ്പറാണ്. ആ മെഡിക്കൽ കൗൺസിലിന്റെ തീരുമാനം നീറ്റിന്റെ റാങ്ക് ലിസ്റ്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിൽ കൗൺസിലിംഗ് ഒരു ബേസിക് മെറിറ്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് കൗൺസിലിംഗിനെ പറ്റി പറഞ്ഞിട്ടില്ല, ഫീസ് ഡിഫറൻഷ്യൽ ആക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല, അതുമാതിരി തന്നെ സംവരണ തത്വങ്ങൾ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല, സീറ്റ് തീരുമാനിക്കട്ടെ എന്ന് വെക്കുകയല്ലേ ഡോക്ടർ ഫസൽ ഗഫൂർ ചെയ്യേണ്ടത്? അതിന് മുൻപ് തന്നെ നിങ്ങൾ മുൻകാലങ്ങളിൽ നിന്ന് മാറി പത്രപരസ്യം കൊടുത്ത് കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നത് എന്തിന്റെ സൂചനയാണ്? കേരളത്തിൽ നടക്കുന്നത്. അപ്പൊ ഒരു മെറിറ്റ് എങ്ങനെ ഉണ്ടാവും? ഹലോ ഡോക്ടർ ഫസൽ ഗഫൂർ, ഈ കാര്യങ്ങളൊക്കെ കോടതിയിൽ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ ഹർജി കൊടുത്ത സ്ഥിതിക്ക് അതിനുവേണ്ടി കാത്തിരിക്കാതെ പിന്നെ എന്തുകൊണ്ടാണ് പത്രപരസ്യം നൽകി നിങ്ങൾ മറ്റു മാനേജ്മെന്റുകളൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ കാര്യങ്ങളുമായി ഈ ഘട്ടത്തിൽ മുന്നോട്ട് പോകാൻ തയ്യാറായിരിക്കുന്നത്? വളരെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഇതേ ഗവൺമെന്റും അനാവശ്യമായിട്ട് റാറ്റിഫൈ ചെയ്തിട്ടുണ്ട് ക്രൈസ്തവ മാനേജ്മെന്റ്. ഞങ്ങൾക്ക് രണ്ട് രീതിയിൽ പെരുമാറാൻ പറ്റൂല. കഴിഞ്ഞ UDF ഗവൺമെന്റായിട്ട് ഞങ്ങൾ പോരാടി. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇത് അഗ്രിമെന്റ് സൈൻ ചെയ്യൂല, 2 സമുദായങ്ങൾക്ക് 2 അഗ്രിമെന്റ് പറ്റൂലെന്ന്. അപ്പൊ ഇത്തവണ അങ്ങനെ തന്നെ സംഭവിക്കുന്നു. ഇവർ പോയിട്ട് ഗവൺമെന്റിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇവർ അതുമായി ഒരു അഗ്രിമെന്റ് സൈൻ ചെയ്യാൻ നോക്കുന്നു. അപ്പൊ ഞങ്ങൾ പറഞ്ഞ പറ്റൂല. അപ്പൊ ഡെന്റലിൽ കണ്ടില്ലേ, ഞങ്ങൾ പറഞ്ഞ പറ്റൂല. എന്താ കാരണം? ഞങ്ങൾ സൈൻ ചെയ്യൂല. കാരണം ഒന്നല്ലെങ്കിൽ എല്ലാ സമുദായങ്ങൾക്കും തുല്യനീതി കേരളത്തിൽ, അല്ലെങ്കിൽ നമുക്ക് ന്യൂനപക്ഷങ്ങൾക്ക് ഒരു ടൈപ്പ് നീതി. പക്ഷെ ഒരു ന്യൂനപക്ഷത്തിന്റെ ഉള്ളിൽ 2 തരത്തിലുള്ള നീതി പറ്റൂല. അപ്പൊ 3 തട്ടിലാണ് ഇപ്പൊ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ വലിയ പ്രശ്നം ഉണ്ടാകുക ഈ കാര്യങ്ങൾ ഏറ്റവും അവസാനം വന്നു നിൽക്കുമ്പോൾ ഈ സാമുദായിക തലത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു, ന്യൂനപക്ഷ മാനേജ്മെന്റിന്റെ അവകാശങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ വരുന്നു. അത് ജോർജ് പോൾ വേറൊരു തരത്തിൽ പറയുന്നു. ഒരുപക്ഷെ കുറേ സാമൂഹ്യ നീതിക്ക് വേണ്ടി ഇടതു സർക്കാരിനോടൊപ്പം ഒക്കെ നിന്നിട്ടുള്ള ആളാണ് ഡോക്ടർ ഫസൽ ഗഫൂർ. പക്ഷെ അപ്പുറത്ത് ഒരു കൂട്ടർ മാത്രം ഇതിനോടൊന്നും തയ്യാറാകാതെ ഒറ്റയ്ക്ക് മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ അവർക്കും വിഷമമുണ്ടാകും, അവർ അത് പറയുകയും ചെയ്യും. അതാണ് ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത്. 2 രീതിയിലാണ് ഈ പ്രശ്നങ്ങളെ കാണുന്നത്. ഒന്ന്, നേരത്തെ ഇവിടെ പറഞ്ഞു എല്ലാവരും 50% സീറ്റിൽ കുറച്ച് ഫീസിൽ പഠിച്ചോളൂ. അങ്ങനെയല്ല. ഈ പറയുന്ന ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് വർഷങ്ങളായി തുടങ്ങിയ നാൾ മുതൽ അവരെടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് ഉയർന്ന ഫീസിൽ അവർ തന്നെ പ്രവേശനം നടത്തും. അതിന് മെറിട്ടെന്ന് അവർ പറയുന്നുണ്ട്. ആ നിലയിൽ പ്രവേശനം നടത്തുന്നുണ്ട്. ഒരു സെയിം ഫീസ് തന്നെയാണ്. എന്നാൽ കുറേ മാനേജ്മെൻറ്റുകൾ ഗവൺമെൻറ്റുമായി കരാറുണ്ടാക്കുന്നുണ്ട്. കരാറുണ്ടാക്കുമ്പോൾ വരുന്നൊരു ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ 50% സീറ്റിൽ ഗവൺമെൻറ് അലോട്ട് ചെയ്ത് കൊടുക്കും. 50% സീറ്റിൽ അവരുടെ കൺസോർഷ്യം വഴിയോ പരീക്ഷ നടത്തി അതിൽ നിന്ന് പ്രവേശനം നടത്തും.
ഇപ്പോൾ വന്ന പുതിയൊരു അവസരമാണ്, ഒരു പുതിയ മാറ്റമാണ്. ആ പുതിയ മാറ്റം എന്ന് പറഞ്ഞാൽ നീറ്റിൽ നിന്ന് പ്രവേശനം നടത്താമെന്ന് പറഞ്ഞൊരു ഗവൺമെൻറ് ഓർഡറാണ്. ആ ഓർഡർ ഒരു സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റിൽ കൂടി നടത്താനാണ് പരിശ്രമിച്ചത്. അതെങ്ങനെ നടത്താതിരിക്കും? കോൺഗ്രസ് ഇപ്പോൾ LDF അല്ല UDF ഇന്നലെ പറഞ്ഞതല്ല ഇന്ന് പറയുന്നത്. ഇന്നലെ എന്താ അവർ പറഞ്ഞത്? ഇന്നലെ പറഞ്ഞത് ഏകീകൃത ഫീസ് പറ്റില്ല. ഇന്നിപ്പോൾ എന്താ പറയുന്നത്? കാരണം അവർക്കറിയാം ഏകീകൃത ഫീസ് പറ്റില്ല എന്ന് പറഞ്ഞാൽ ഏകീകൃത ഫീസ് വേണമെന്ന് ഞങ്ങളും പറയുന്നില്ല. ഡിസ്കഷനിലൂടെ മാത്രമേ അത് പരിഹരിക്കാൻ പറ്റൂ. നേരത്തെയും അങ്ങനെ തന്നെ അതൊരു മാനേജ്മെൻറ്റ്സുമായി ഡിസ്കഷനിലൂടെ പരിഹരിക്കാം. എന്താ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? UDF ഇങ്ങനെ അമിതാവേശം നടത്തി ഇതാകെ കുഴപ്പമാണ് എന്ന് വരുത്തുമ്പോൾ സംഭവിക്കുന്ന എന്താണ്? സ്റ്റാറ്റസ് കോ നിലനിർത്തുക എന്ന് പറഞ്ഞാൽ 50% അവർക്ക് കൊടുക്കുക. അതായത് ഗവൺമെൻറ്റുമായി കരാറിൽ ഏർപ്പെടുത്തുന്നവർക്ക് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് അവർക്കങ്ങ് വിട്ടുകൊടുക്കുക. ഇതാണ് സ്റ്റാറ്റസ് കോ. ഇത് വേണമോ? ഇതവർ പറയില്ല. കാരണം ഗവൺമെൻറ് ഇന്നലെ പറഞ്ഞത് വലിയ ഫീസായിപ്പോയി. ഫീസ് അവർ സ്വാഭാവികമായിട്ട് പ്രഖ്യാപിക്കുമല്ലോ. ചർച്ചകൾ നടക്കും. ചർച്ചകളിലൂടെ ആ പ്രശ്നത്തിന് രമ്യമായി പരിഹാരമുണ്ടാവും. ഇപ്പോൾ അവർ കോടതിയെ സമീപിച്ചിരിക്കുകയല്ലേ. കോടതി പറയട്ടെ സർക്കാരിന് ഇതുപോലെ 50% സീറ്റിൽ അലോട്ട് ചെയ്യാൻ അവകാശമില്ല. സുപ്രീം കോടതി വിധിയല്ല പ്രശ്നം. ഇപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് ഓർഡറല്ല പ്രശ്നം. നിങ്ങൾ നീറ്റിൽ നിന്ന് പ്രവേശനം നടത്തുന്നേ ഉള്ളൂ. ആ നീറ്റിലെ പ്രവേശനം അവർ നടത്തിക്കോട്ടെ എന്നൊരു കോടതി ഒരു നിലപാടെടുക്കട്ടെ. ഞാൻ ചോദിക്കുന്ന ചോദ്യം ലാലിന് മനസ്സിലായിട്ടുണ്ടോ എന്ന് മനസ്സിലായി. 100% സീറ്റിൽ അഡ്മിഷൻ നടത്താൻ ഗവൺമെൻറ്റിനൊരു അവസരമൊരുക്കി. അതിൻ്റെ അർത്ഥം ഫീസ് നിർണ്ണയിക്കാനുള്ള അവകാശം ഇപ്പോഴും ഗവൺമെൻറ്റിനില്ല. ഗവൺമെൻറ് റെഗുലേറ്ററി ഉണ്ട്. ഗവൺമെൻറ്റിനെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. അതിനാണ് ഈ കമ്മീഷൻ, ഈ ജെയിംസ് കമ്മിറ്റി. അതുവഴി റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ പറയുന്നത് അങ്ങനെ ഒരു അവസരം കിട്ടിയ ഉപയോഗപ്പെടുത്താതെ എങ്ങനെ ഇരിക്കും? തീർച്ചയായിട്ടും അത് ചർച്ചയിലൂടെയാണ് മുന്നോട്ട് പോകേണ്ടത്. എന്തായാലും ഡോക്ടർ ഫസൽ ഗഫൂർ പറഞ്ഞ ഒരു കാര്യമാണ് ഒരു ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്നുകൂടി ഇപ്പോൾ പറയാൻ തോന്നുന്നത്. നാളെ കോടതിയിൽ സർക്കാർ മാനേജ്മെൻറ്റാണ് ജയിക്കുന്നതെങ്കിൽ അത് സർക്കാരിൻ്റെ വിജയവും ആകും. എങ്ങനെ? ശ്രീ ജോർജ് പോൾ, ഇപ്പോൾ സർക്കാരിൻ്റെ ഒരു പരീക്ഷണമാണ് ഇത്, ഒരു പരിശ്രമമാണ് അവരുടെ നയപരമായ നിലപാടിലൂടെ മുന്നോട്ട് പോകാൻ വേണ്ടി. അത് ഇനി കോടതി നാളെ അതിനെ റദ്ദാക്കുകയാണെങ്കിൽ നിങ്ങൾ പഴയ രീതിയിൽ തന്നെ കാര്യങ്ങളുമായി സഹകരിച്ച് മുന്നോട്ട് പോകും എന്നാണോ? അതോ നിങ്ങൾ ഈ കരാറിലുണ്ടായ പ്രശ്നത്തിൻ്റെ പുറത്ത് സർക്കാരിനോട് മറ്റൊരു വ്യത്യസ്ത നിലപാടുമായി ആണോ മുന്നോട്ട് പോവുക? കോടതി എന്താണ് പറയുന്നത് വെച്ചാൽ അതനുസരിക്കും. അതാണ് ഞങ്ങൾ ആദ്യമേ പോലെ തുടർന്നു പോരുന്ന ഒരു സ്ഥിതി. ഇതിനകത്ത് ഒരു കാര്യം ഞാൻ ലാലിന്റെ അറിവിലേക്കായിട്ടും എന്നെ കേൾക്കുന്ന എല്ലാവരുടെയും അറിവിലേക്കായിട്ട് പറയുക. ഒരു വിഭാഗം കോളേജുകൾ സാമൂഹ്യനീതി നടത്തുന്നു പറയുന്നു. ഇത് ഗവൺമെന്റും അവരും തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. സാമൂഹ്യനീതിയിൽ ബെനിഫിറ്റ് ചെയ്തവരെ ഞാൻ സന്തോഷത്തോടു കൂടി ഓർക്കുകയാണ്. പക്ഷെ ഇതിൽ സംഭവിക്കുന്നത് എന്നാന്ന് വെച്ചാല് മെറിറ്റില് എല്ലാവർക്കും അഡ്മിഷൻ കൊടുത്താൽ ഈ പറയുന്ന സാമൂഹ്യനീതി നടക്കാൻ പോകുന്നില്ല. നേരത്തെ 50-50 കണക്കുകൂടെ ഗഫൂർ വളരെ ഘോരം പ്രസംഗിക്കുന്ന കേട്ടു. ഇതെന്താ സംഭവിക്കുന്നത്? മാനേജ്മെന്റിനും ഗുണം ഗവൺമെന്റിനും ഗുണമുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണത്. കുറെ വിദ്യാർത്ഥികൾക്ക്. ശ്രീ ജോർജ് പോൾ, നമുക്ക് അതിലേക്ക് പോകാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് ഞാനൊന്ന് ചോദിക്കട്ടെ. ഇപ്പോൾ സാമൂഹ്യ നീതി അല്ലെങ്കിൽ കുട്ടികൾക്ക് മെറിറ്റ് അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞ് നീറ്റ് വന്നിരിക്കുന്നു. കോടതി ഇനി അത് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമില്ല, നിങ്ങൾ മുന്നോട്ട് പോകും എന്ന് പറയുമ്പോൾ ഇത് സർക്കാർ തന്നെ ഇത്തരത്തിൽ ഒരു മെറിറ്റിന് വേണ്ടി ശ്രമിക്കുമ്പോൾ അതിനോട് സഹകരിച്ച് കോടതിയിൽ എത്തിക്കാതെ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഒരു സർവ്വസമ്മതമായ നിലപാടിലേക്ക് പോകാൻ സാധിക്കാത്തത്? ഞാനൊരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം. ഞങ്ങൾ ചെയ്യുന്ന അഡ്മിഷൻസ് 100% 101% മെറിറ്റ് ബേസ്ഡിലായിരിക്കും. അതിൽ പാവപ്പെട്ടവരെന്നോ പണമുള്ളവരെന്നോ ഒരു വ്യത്യാസം. അതിന് LDF സർക്കാരിനാണെങ്കിലും UDF സർക്കാരിനാണെങ്കിലും ആ കാര്യത്തിൽ നിങ്ങളോട് യോജിക്കാൻ പറ്റുന്നില്ല. UDF കണ്ണടയ്ക്കുന്നു, LDF അതിന് നിങ്ങളോട് ഒരുപക്ഷെ കൂടുതൽ ശക്തിയായിട്ട് മുന്നോട്ട് പറയുന്നു. പക്ഷെ നിങ്ങളുടെ ഒപ്പമുള്ള മാനേജ്മെന്റ് അസോസിയേഷനുകൾക്ക് പോലും മറ്റ് അംഗങ്ങൾക്ക് പോലും നിങ്ങളുടെ മെറിറ്റിനോട് യോജിക്കാൻ പറ്റുന്നില്ല. പിന്നെ എങ്ങനെയാണ് അത് സർവ്വസമ്മതമാണെന്ന് ജോർജ് പോൾ പറയുന്നത്? ഞങ്ങൾക്ക് സുപ്രീം കോടതിയെ കൺവിൻസ് ചെയ്താൽ മതി ഈ കാര്യത്തിൽ. ഇതാണ് ആരും സമ്മതിക്കുന്നില്ലെങ്കിൽ നമുക്കുള്ള അൾട്ടിമേറ്റ് ആയിട്ടുള്ള അതോറിറ്റി എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട കോടതിയാണ്. കോടതിയെ ഞങ്ങൾക്ക് കൺവിൻസ് ചെയ്താൽ മാത്രം മതി ഈ കാര്യത്തിൽ. ഗവൺമെന്റുമായിട്ട് സഹകരിക്കാൻ പരിപൂർണമായിട്ട് ഞങ്ങൾ തയ്യാറാണ്. TP അഷ്റഫലി, നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കേണ്ട സമയം കൂടി ആയിരിക്കുന്നത് കൊണ്ട് ഈ കാര്യത്തിൽ ഇടതുപക്ഷ സർക്കാർ ഒരു പരിശ്രമം നടത്തി, ഒരു പരീക്ഷണം നടത്തിയിരിക്കുന്നു. ഈ കാര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ കാര്യങ്ങൾ നടപ്പിലാകുകയാണെങ്കിൽ അത് നമുക്ക് സമാധാനിക്കാം. അതല്ലെങ്കിൽ ഇവിടുത്തെ നിയമവ്യവസ്ഥിതിയുടെ അതല്ലെങ്കിൽ സർക്കാരുകൾ ഉണ്ടാക്കിയിട്ടുള്ള വിവിധ കാലങ്ങളായി ഉണ്ടാക്കിയ കരാറിൻ്റെ ഒക്കെ പ്രശ്നം എന്ന് പറഞ്ഞ് നിങ്ങളും കൂടി അതിനകത്ത് പങ്കാളികളായി എന്നുള്ളിടത്ത് പരാജയം നിങ്ങളും കൂടി ഏറ്റുവാങ്ങുകയല്ലേ വേണ്ടത്?
ഒരിക്കലും സർക്കാർ പറഞ്ഞിടത്ത് നിന്നില്ലല്ലോ. ഈ സർക്കാർ പറഞ്ഞിടത്ത് നിന്നു എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഡെന്റൽ കോളേജ് സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇടപെടുന്നത്. അതായത് എന്തെങ്കിലും കാര്യം ഈ കാര്യത്തിൽ പുരോഗമനപരമായി എടുത്തിട്ടുള്ളത് UDF സർക്കാർ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എങ്ങനെയാണ് ടി പി അഷ്റഫ് അലി പറയുക? ഇപ്പൊ 2006 തന്നെ ഈ അഡ്മിഷൻ സൂപ്പർവൈസറി കമ്മിറ്റി, ഫീ റെഗുലേറ്ററി കമ്മിറ്റി, ഈ ജെയിംസ് കമ്മിറ്റിയെ പോലുള്ളവരൊക്കെ എങ്ങനെ വന്നതാണ്? ഈ കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഇടപെടൽ കൊണ്ടാണ്. ഇപ്പോൾ ഒരു പരീക്ഷണം നടത്തിയിരിക്കുന്നു. ഇതും ഒരുപക്ഷെ എങ്ങനെ എത്തിച്ചേരുമെന്നുള്ളത് നമുക്ക് നോക്കാം. പക്ഷേ ഈ ഇടപെടൽ നടത്തുന്നത് ഈ കാര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായി ഏത് സർക്കാരാണ്? എനിക്ക് പറയാൻ ഫുള്ളായിട്ട് അവസരം നൽകൂ. ഇവിടെ വന്നിട്ടുള്ളത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കത്താണ്. ആ കേന്ദ്ര ഗവൺമെൻറ് കത്തിൽ പറയുന്നത് നീറ്റിൽ നിന്നും പ്രവേശനം നടത്തണം എന്നുള്ളതാണ്. ആ നീറ്റിൽ നിന്നുള്ള പ്രവേശനം കൊണ്ട് തന്നെ അർത്ഥമാക്കുന്നത് ഇവിടെ പൂർണ്ണമായും ഫീസ് ഉയർത്തുക എന്നുള്ളതല്ല. ഫീസ് ഉയർത്തിക്കൊണ്ട് ഒരു കരാറിൽ സർക്കാർ ഏർപ്പെട്ടപ്പോൾ ഈ സർക്കാരിൻ്റെ താല്പര്യം പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ പഠനമല്ല, മറിച്ച് മാനേജ്മെന്റ് താല്പര്യമാണ് എന്നുള്ളതാണ്. ഞാൻ അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ സമ്മതിക്കാത്തത് നിങ്ങൾക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല, ചാനൽ കൈരളിയാകുന്നത് കൊണ്ടാണ്. അത് എനിക്ക് അത് ഇവിടെ കൃത്യമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എങ്ങനെയാണ് നിങ്ങളുടെ വാദം വിജയിപ്പിച്ചെടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കുക? അതല്ലല്ലോ ശരി. വാദം നിരത്തുക. ഞാൻ ഇതുവരെ ഒരു പാർട്ടിക്ക് വേണ്ടി അല്ലല്ലോ അങ്ങയുടെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നത്. ബിജുവിനോടും വളരെ പരുഷമായി തന്നെ ചോദിക്കേണ്ടതൊക്കെ ചോദിച്ചു. എന്നിട്ടും ടി പി അഷ്റഫ് അലി അവസാനം കൊണ്ട് നിർത്തുന്നത് ഇങ്ങനെയാണ്. പി ബിജു, ഈ പറഞ്ഞ കാര്യത്തിൽ നിങ്ങളുടെ നിലപാട് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായി വരും കാലങ്ങളിൽ എങ്ങനെ പോകും? നിലപാട് സ്വീകരിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ മാനേജ്മെൻ്റ് അല്ലേ കോടതിയിൽ പോയിരിക്കുന്നത്. ഇപ്പോൾ സാമാന്യ യുക്തിക്കും കോമൺ സെൻസിനും നിരക്കാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്നാമത്തെ പ്രശ്നം എന്താണ്? നമുക്ക് മെറിറ്റ് അടിസ്ഥാനത്തിൽ പ്രവേശിപ്പിക്കാൻ ഒരു അവസരം ഉണ്ടായി. അത് ലഭ്യമാവുന്നതിന് വേണ്ടി ഒരു ഉത്തരവിറക്കി. ആ ഉത്തരവിനെതിരെയാണല്ലോ മാനേജ്മെൻറ്റ്സ് പോകുന്നത്. ഈ ഫീസും പ്രവേശനവും എല്ലാം കൂടെ ഒന്നിച്ചാക്കുന്ന എന്തിനാ? അത് ഇവർ എല്ലാം കൂടെ ഒന്നിച്ചാക്കിയിട്ട് കുഴപ്പിക്കുകയാണ്. ഇവിടെ പ്രശ്നം എവിടെ നിന്ന് പ്രവേശനം? സർക്കാർ പ്രവേശനത്തിന്റെ കാര്യത്തിൽ നാളെ കോടതി എന്ത് പറയും നോക്കാം. അതിനുശേഷം ഫീസിന്റെ കാര്യത്തിലേക്കുള്ള ചർച്ചയിലേക്ക് വരും. ദയവായി ക്ഷമിക്കുക ഡോക്ടർ ഫസൽ ഗഫൂർ. നമുക്ക് അടുത്ത ദിവസവും ഇത് തന്നെ ഇനി അങ്ങോട്ട് സെപ്റ്റംബർ 30 വരെയും ചർച്ച ചെയ്യണമല്ലോ. അതുവരെ കാത്തിരിക്കുക. വളരെ നന്ദി ഞങ്ങളോടൊപ്പം ചേർന്നതിന് ഡോക്ടർ ഫസൽ ഗഫൂർ, ശ്രീ ജോർജ് പോൾ, ശ്രീ പി ബിജു, ടി പി അഷ്റഫ് അലി. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു. നമസ്കാരം.